ദൈവാത്മാവിൻ്റെ സാന്നിധ്യവും ദൈവാത്മാവിൻ്റെ വലിയ പകർച്ചയും ദൈവസാന്നിധ്യവും നമ്മൾ വെളിപ്പെട്ട് നിൽക്കുമ്പോൾ കർത്താവിൻ്റെ വലിയൊരു കരുണ ഈ പകലിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം. അതിനായി ദൈവത്തെ സ്തോത്രം ചെയ്യുക. കാരണം കേൾക്കുന്ന വചനം ഹൃദയത്തിൽ സംഗ്രഹിപ്പാനും അത് നല്ല വിത്തായി മാറുവാനും സ്വർഗത്തിലെ ദൈവം നമ്മളോട് കരുണ ചെയ്യണം. ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടെ അനുഭവിക്കുന്നു, ദൈവമഹത്വം എവിടെ തിരിച്ചറിയുന്നു, അവിടെ വലിയ അത്ഭുതങ്ങൾ നടക്കും. ദൈവത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് വിടുതലിൻ്റെ ആത്മാവാണ്. അതായത് ക്രിസ്തുവിൽ നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് വരിക, അടിമ നുകത്തിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിക്കുക. ഈ വിടുവിക്കുമ്പോൾ ദൈവാത്മാവിൻ്റെ സാന്നിധ്യമാണ് നമ്മൾ അനുഭവിക്കേണ്ടത്. ദൈവമഹത്വവും ദൈവ സാന്നിധ്യവും നമ്മളെവിടെ അനുഭവിക്കുമെന്ന് പറയുമ്പോൾ യേശു കർത്താവ് പറഞ്ഞിടത്തു നിന്നുകൊണ്ട് നമ്മൾ തുടങ്ങണം. എവിടെ തുടങ്ങണം? എവിടെ നമ്മൾ ആരംഭിക്കണം? ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിനെ നമ്മൾ വിശ്വസിക്കണം. നമ്മുടെ ഏറ്റവും വലിയ മർമ്മം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പുത്രനായ യേശുവിനെ നമ്മൾ വിശ്വസിക്കണം. 1. 2, ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വരികയും കാൽവറി ക്രൂശിൽ നമ്മൾക്ക് വേണ്ടി തകർക്കപ്പെടുകയും നമ്മുടെ പാപത്തിന് പരിഹാരം വർത്തിയതിനു ശേഷം സ്വർഗത്തിൽ പിതാവാൻ ദൈവത്തിൻ്റെ വലത്തുവശത്ത് പുത്രൻ തമ്പുരാൻ ഇരിക്കുകയും അവൻ പോയതുപോലെ മടങ്ങി വന്ന് നമ്മളെ ചേർക്കുമെന്നും നമ്മൾ വിശ്വസിക്കേണ്ടതാണ്. ഈ വിശ്വാസം നമ്മുടെ അകത്ത് കിടന്നെങ്കിൽ മാത്രമേ ആത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റുള്ളൂ. ആത്മാവിൻ്റെ സാന്നിധ്യം എവിടെ അനുഭവിക്കുന്നുണ്ടോ അവിടെയെല്ലാം ജയകരമായ ദൈവാത്മാവിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. ആത്മാവ് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കും, ആത്മാവ് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും. ആത്മാവിൻ്റെ ചലനം എവിടെ വരുന്നുണ്ടോ അവിടെയെല്ലാം അത്ഭുതങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. അത് ഒരു നീരുറവ പോലെ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്നു, ജീവജല നദിയാണ്. ഹല്ലേലൂയ, അതൊഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. യേശു പറഞ്ഞു, ദാഹിക്കുന്നവരൊക്കെ എൻ്റെ അരികിൽ വന്ന് കുടിക്കട്ടെ. അങ്ങനെയുള്ളവരുടെ ഹൃദയത്തിൽ നിന്നറിയും നീരുറവ ഒഴുകി തുടങ്ങും. ഈ ആത്മാവിനെ നമ്മൾ തിരിച്ചറിയുമ്പോൾ ആത്മാവ് ജീവനാണ്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും വരുന്ന കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകലിൽ നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവിൻ്റെ മേശയെ നമുക്ക് ഒരുമിച്ച് പങ്കാളിയാകുവാൻ ദൈവം തന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മൾ എപ്പോഴും അറിയേണ്ട ഒരു വാക്ക്, യേശു കർത്താവിനെ നമ്മൾ അറിയും പറയണം. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ ആത്മാവിനെ ആരുടെ മേൽ പകരും? ഹലോ, എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? യേശു പറയുകയാണ്, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ പകരും. യേശു വീണ്ടും പറഞ്ഞു, പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലും ശമരിയയിലും ലോകത്തിൻ്റെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളായി തീരും. അപ്പോൾ ഈ ആത്മാവ്, യേശു പറയുക, യേശുവിൻ്റെ ആത്മാവ് ആരുടെ മേൽ പകരപ്പെട്ടു? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ ആത്മാവ് നമ്മുടെ മേൽ പകരപ്പെടുമ്പോൾ ഈ ആത്മാവ് കാനാവിൽ അത്ഭുതങ്ങളെ ചെയ്തവൻ്റെ ആത്മാവാണ്. ഹല്ലേലൂയ. കടലിൻ്റെ മീതെ നടന്നവൻ്റെ ആത്മാവാണ്. കല്ലറകളെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റവൻ്റെ ആത്മാവാണ്. കുരുട്ട് കണ്ണുകളെ തുറന്നവൻ്റെ ആത്മാവാണ്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവൻ്റെ ആത്മാവാണ്. ഈ ആത്മാവ് എത്ര പേരുടെ മേൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു? ഉണ്ട് എന്ന് വിശ്വസിക്കുമെങ്കിൽ ഇന്ന് പറയാം, ഇല്ലാത്തത് തന്നെ സൃഷ്ടിക്കപ്പെടുവാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇല്ലാത്തത് തന്നെ സൃഷ്ടിക്കപ്പെടാൻ തുടങ്ങും. അതുകൊണ്ട് പൗലോസ് പറയും, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ ആത്മാവിന്റെ സാന്നിധ്യവും ഈ ആത്മാവിന്റെ ശക്തിയും എൻ്റെ മേൽ ഇരിക്കുന്നു വരികിൽ, ഹല്ലേലൂയ. അതുകൊണ്ട് പറയുന്നു, നിങ്ങളുടെ മേൽ പകരപ്പെട്ട ദാസ്യത്തിന്റെ ആത്മാവല്ല, നിങ്ങളുടെ മേൽ പകരപ്പെട്ട പുത്രത്തിന്റെ ആത്മാവാണ്. ഹല്ലേലൂയ. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ അവൻ തന്നു കഴിഞ്ഞു. യേശുവിന്റെ മേലിരുന്ന അതേ ആത്മാവിനെ ആരുടെ മേൽ പകർന്നു? ഇന്ന് നിങ്ങൾ ഭയത്തിന്റെ കീഴിലാണോ? ഹലോ, മന്ത്രവാദി ഏതാണ്ട് ചെയ്തു വച്ചിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ടോ?
കൂടോത്രക്കാരന് അത് ചെയ്തുകൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെ എന്ന് പറയുന്നത് ഒത്തിരി പേര് അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ അകത്തണ ഈ ആത്മാവ് എൻ്റെ മേലുള്ളതിനാൽ ഒരു ബാധയ്ക്കും എൻ്റെ കൂടാരത്തിൽ അടുക്കാൻ പറ്റത്തില്ല. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഒരു ശക്തിക്കും ഇതിനെ നമ്മുടെ അകത്ത് കൊണ്ടിടുന്ന ഒരു ശക്തിയുണ്ട്. എങ്ങനെയാണെന്നറിയോ? അയ്യോ നീ പരാജയമാ, നീ എക്സാമിന് തോറ്റുപോകും, നിന്റെ ബിസിനസ് പൊളിഞ്ഞു പോകും, ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട്. പിടികിട്ടിയോ? ഇയ്യോബിൻ്റെ അടുത്ത് ഇതേപോലെ ഇയ്യോബിൻ്റെ ഭാര്യ പറയുന്നുണ്ട്, നീ ദൈവത്തെ വിട്ടുകളഞ്ഞിട്ട് എന്നാ ചെയ്യാൻ പറയാ? നീ പോയി ചത്ത് കളയുക. കാരണം ഇയ്യോബിൻ്റെ ജീവിതം മുഴുവൻ പ്രതിസന്ധിക്കകത്തൂടെ വന്നു. ഇയ്യോബ്, നീ ഒരു മൂടയെ പോലെ സംസാരിക്കല്ലേ. ഇന്ന് ഇതൊക്കെ പോയെന്ന് വരികിൽ നാളെ ഇരട്ടി പങ്ക് എനിക്ക് വരാൻ പോവാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എന്നെ വിളിച്ച ഒരു ദൈവം വിശ്വസ്തനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ചിലതൊക്കെ ഒഴുകി പോകുന്നെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നാളെ അതിനെ ചിറകെട്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. നഷ്ടപ്പെട്ടു പോയെങ്കിൽ തിരിച്ചു നൽകി അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, പ്രവാചക പുസ്തകത്തിനകത്ത് പറയുക, വെട്ടുക്കിളിയും തുള്ളനും തിന്നു മുടിച്ച് ഒരു കാലമുണ്ടെങ്കിൽ അതുപോലും ഞാൻ മടക്കി തരുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. വർഷങ്ങളെ പോലും മടക്കി തരുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം. ഈ ആത്മാവിനാൽ അത്രേ ഞാൻ നടത്തപ്പെടുന്നു. എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയുക, എൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നെങ്കിൽ കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തിനകത്ത് ഉറച്ചു? എഫെസ് ലേഖനം ഒന്നെടുത്ത്, എഫെസ് ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. എഫെസ് ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി, ആമീൻ. ഇവിടെ നോക്കിക്കോണേ. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മൾ വ്യാപരിക്കുന്നുണ്ടോ? നമ്മളിൽ ഈ ശക്തി വ്യാപരിക്കുന്നുണ്ടോ? നമ്മളെ അകത്ത് പകരപ്പെട്ട ശക്തിയെ നമ്മൾ തിരിച്ചറിയണം. നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. ആനയ്ക്ക് ആനയുടെ ശക്തി തിരിച്ചറിയാവോ? ആനയ്ക്ക് ആനയുടെ ശക്തിയെ തിരിച്ചറിയത്തില്ല. ആനയ്ക്ക് ആനയുടെ ശക്തിയെ തിരിച്ചറിയാമായിരുന്നെങ്കിൽ ഈ 60 കിലോ 40 കിലോയുള്ള പാപ്പാൻ്റെ കൈ ആന നിൽക്കത്തില്ല. ആനയ്ക്കാനയുടെ ശക്തി തിരിച്ചറിഞ്ഞ പാപ്പാൻ തെക്ക് വടക്ക് പോയി വീണേനെ. നിങ്ങളുടെ മേലിരിക്കുന്ന ശക്തിയെ നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞാൽ തന്നെ ബന്ധനങ്ങൾ അഴിയപ്പെടാൻ തുടങ്ങും, കെട്ടുകൾ തനിയെ അഴിയപ്പെടാൻ തുടങ്ങും. നിങ്ങളുടെ അകത്ത് ഭയത്തിൻ്റെ ആത്മാവിനെ കൊണ്ടിടുന്ന ഒരു പദ്ധതിയുണ്ട്. ഭയത്തിൻ്റെ ആത്മാവിനെ ഭയം കൊണ്ടിടുക. ചില രോഗങ്ങൾ വരും, ഭയം കൊണ്ടിടുക. ഇതിനെ ഓവർകം ചെയ്ത് പറയാനുള്ള കൃപ നിങ്ങളുടെ അകത്ത് വരണം. എൻ്റെ കർത്താവ് അറിയാതെ എനിക്കൊന്നും സംഭവിക്കത്തില്ല. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. മെഡിക്കൽ സയൻസ് പറയാം, പക്ഷെ അതിനപ്പുറം നിങ്ങളുടെ ആത്മാവ് മൂവ് ചെയ്യണം. പിടികിട്ടുന്നുണ്ടോ? നിങ്ങളോട് എന്തു പറയുന്നു മെഡിക്കൽ സയൻസ് പറയും, പക്ഷെ അതിനപ്പുറേ ആത്മാവ് നിങ്ങളോട് സംസാരിക്കണം. ആത്മാവ് സംസാരിച്ചു തുടങ്ങിയാൽ നീ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടണ്ട. ആത്മാവിൻ്റെ ശബ്ദം കേട്ടാൽ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട വരത്തില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കാരിത്താസ് ഹോസ്പിറ്റലിനകത്ത് അങ്കിൾ കിടക്കുമ്പോൾ, പാപജനങ്ങൾ കിടക്കുമ്പോൾ 9:30 9:30 ആകുമ്പോൾ അങ്കിൾ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടും. ഡോക്ടർ വിധി എഴുതി. സകല മിഷണറികൾ പ്രവർത്തിച്ച് ഇങ്ങിട്ടിരിക്കുക, ആളാകത്തിരിക്കുക. ഡോക്ടറോട് എന്ന് ചോദിക്കുന്നു, സാറേ ഒന്ന് കാണാൻ പറ്റുമോ? സഹോദരനെ ഒന്ന് കാണാൻ പറ്റുമോ? കുറച്ചു നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, കയറിപ്പോകോ, പക്ഷെ സംസാരിക്കാനോ ഒന്നും സംസാരിക്കരുത്, പെട്ടെന്ന് ഇറങ്ങി വരണം. കയറി അകത്ത് ചെന്നു. അകത്ത് ചെന്ന് ഈ കാലിൻ്റെ വിരൽ മാത്രം നമുക്ക് പിടിക്കാൻ പറ്റില്ല. ഞാൻ കാലിൻ്റെ വിരലിലൊന്ന് പിടിച്ചു. നേഴ്സ് ഓടി വന്ന് ഈ മിഷണറി എല്ലാം നമ്മൾ 1 സെക്കൻഡേ ഉള്ളെന്ന് പറഞ്ഞു. ഒന്നുമില്ല, 1 സെക്കൻഡ് പ്രാർത്ഥിക്കുമ്പോൾ 2 കാഴ്ച ദൈവം എന്നെ കാണിച്ചു. 45 ദിവസം കഴിയുമ്പോൾ ഈ മനുഷ്യൻ ഈ ഹോളിനകത്ത് കസറയിൽ വന്നിരിക്കുന്നൊരു കാഴ്ച. ആത്മാവ് കണ്ടതേ നടക്കത്തുള്ളൂ.
ഇന്ന് ആത്മാവിനകത്ത് ഞാൻ വിളിച്ച നിന്നോട് ആത്മാവ് പറഞ്ഞു നടക്കും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ആത്മാവ് വെളിപ്പെടുത്തിയോ നിന്റെ ജീവിതത്തിൽ നടക്കും. ഈ പരിശുദ്ധാത്മാവ് വിശ്വസിക്കേണ്ടതാ. ആത്മാവ് വെളിപ്പെടുത്തിയോ നടക്കും. അമ്മയെ ഡോക്ടർ പറഞ്ഞത് അവിടെ നിൽക്കട്ടെ, സ്വർഗം പറഞ്ഞതായി. അമ്മയെ ഇന്ന് പകൽ നിന്റെ മേൽ അധികാരമുള്ള ഒരുവനുണ്ട്, നിന്നെ വിളിച്ച് വേർതിരിച്ച ഒരുവനുണ്ട്. ഇന്ന് പകൽക്കാലം എൻ്റെ മേൽ വിളിയും തിരഞ്ഞെടുപ്പും ഉണ്ടെങ്കിൽ അവൻ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. അവൻ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ലെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പത്രോസ് കാരാഗൃഹത്തിനകത്ത് കിടക്കുമ്പോൾ യേശു കർത്താവ് പറഞ്ഞു, നീ വൃദ്ധനായതിനു ശേഷം നിനക്ക് ഹിതമല്ലാത്തടത്തേക്ക് നിന്നെ പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു ദൈവിക പ്രവചനം കിടക്കുമ്പോൾ 50 വയസ്സിനടുത്ത് പ്രായമുള്ള പത്രോസ് അപ്പോസ്തലൻ കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ പത്രോസിന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. വാഗ്ദത്തമുള്ളവന്റെ തൊടുവാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല. ഇത് സ്വർഗം ചെയ്ത കൃപയാ, ഇത് സ്വർഗം ചെയ്ത കൃപയാ. ദൈവം പറഞ്ഞ വാഗ്ദത്തം നിന്റെ മേലുണ്ടെങ്കിൽ ഇന്ന് പകല് വിളിച്ചു വരണ ഒന്നിനെ കുറിച്ച് ഞാൻ ഇന്ന് പകല് വിചാരപ്പെടത്തില്ല. ദൈവം എന്റെ മേൽ അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു കർത്താവുണ്ടെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യുന്ന പകലിൽ. ഹല്ലേലൂയ, ആമേൻ. ആത്മാവിന്റെ ശക്തിയിൽ നമ്മൾ തിരിച്ചറിയണം ദൈവം എന്താ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് പറയാം, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ ആരിൽ വ്യാപരിക്കുന്നത്? നമ്മിൽ അങ്ങനെ ശക്തിയുണ്ടോ? നമ്മളിൽ അങ്ങനെ ശക്തിയുണ്ടോ? എന്നിട്ടാണ് പറയുന്നത്, ബ്രദറെ ആരാണ്ടാണ് ചെയ്തതെന്ന്. യോഹന്നാൻ പറഞ്ഞു, ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ എൻ്റെ കൂടെയുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ്റെ ഒരു ആത്മാവ് എൻ്റെ കൂടെയുണ്ട്. പത്മോസിൽ കൊണ്ടിട്ടാലും ഈർച്ചവാളിനെ മുന്നേ നിർത്തിയാലും എൻ്റെ കൂടെ ഒരുവനുണ്ടെന്ന് വിശ്വസിച്ചാൽ ഇന്ന് പകൽ പറയാം, ഇന്ന് കാണുന്ന പ്രതികൂലം മുഴുവൻ. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ഈ മതിൽ ഞാൻ ചാടിക്കടക്കുക തന്നെ. ഈ പ്രതിസന്ധി അധികം നാൾ നിൽക്കത്തില്ല കേട്ടോ. ഈ പ്രതിസന്ധിയെ ജയിക്കുന്ന ഒരു കൃപ നിന്റെ മേലുണ്ട്. ഈ പ്രതിസന്ധി നീ തോറ്റുപോയെന്നല്ല പറയുന്നത്. ഈ പ്രതിസന്ധിയെ കടത്തിവിടുന്ന ഒരു ദൈവശക്തിയുണ്ട്. അതിന്റെ മേൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലും ശമര്യയിലും നീ ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികളാവുമെന്ന് പറഞ്ഞതിന്റെ കാരണം ആത്മാവിന്റെ ശക്തി എന്റെ മേൽ ഉണ്ട് എന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അത് ഇവിടെ പറയുന്നു, അവ അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാ ശക്തി, ദൈവത്തിൻ്റെ ആത്മാവ് പുത്രന്റെ മേൽ പകരപ്പെട്ട അതേ ശക്തി എൻ്റെ മേലുണ്ട്. ആണോ? അമ്മി പ്രതികൂലത്തെ കണ്ട് ഭയപ്പെടണോ? കടലിനെ കണ്ട് ഭയപ്പെടണോ? പിശാചിനെ കണ്ട് ഭയപ്പെടണമോ? ബാധയെ കണ്ട് ഭയപ്പെടണമോ? കോവിഡിനെ കണ്ട് ഭയപ്പെടണമോ? ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ നിന്നെയും നിന്റെ തലമുറയെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുവാൻ സ്വർഗം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അകത്തെഴുതിയോ, നീ വായ്പ വാങ്ങുന്നവനല്ല, നീ വായ്പ കൊടുക്കുന്നവനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ നിന്റെ ജീവിതത്തിൽ വന്നു ചേരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അത് കാക്കയെ കൊണ്ടാണ്, കാക്കയെ കൊണ്ട് ആ സ്വർഗം എന്ത് പദ്ധതി ഇട്ടോ അത് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പൊ നിങ്ങളുടെ മേലിരിക്കുന്ന ആത്മാവിനെ എന്ത് തിരിച്ചറിയണം? ഈ ആത്മാവ് എന്താണെന്ന് ഞാൻ വെളിപ്പെടുത്താൻ പോകുന്നത്. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലേക്ക് വന്നേ. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. 9:14. അവൻ ശിഷ്യന്മാരുടെ അടുക്കെ വന്നാറെ വലിയ പുരുഷാരം അവരെ ചുറ്റി നിൽക്കുന്നതും ശാസ്ത്രിമാർ അവരോട് തർക്കിക്കുന്ന കണ്ടു. പുരുഷാരം അവനെ കണ്ട ഉടനെ ഭ്രമിച്ചോടി വന്ന് അവനെ വന്ദിച്ചു. അവൻ അവരോട്, നിങ്ങൾ അവരുമായി തർക്കിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. അതിന് പുരുഷാരത്തിൽ ഒരുത്തൻ, ഗുരു, ഊമനായ ആത്മാവുള്ള എന്റെ മകനെ ഞാൻ നിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അത് അവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു. പിന്നെ അവൻ നുരച്ച് പല്ലുകടിച്ച് വരണ്ടു പോകുന്നു. അതിനെ പുറത്താക്കേണ്ടതിന് ഞാൻ നിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞിട്ട്. അപ്പൊ അവിടെ പറയുന്നു ഒരാത്മാവുണ്ട്. അവിടെ പറയാം, അവിടെ ഒരു ആത്മാവുണ്ട്. ഈ ആത്മാവ് ഇവനെ എവിടെ പിടിച്ചാലും തീക്കകത്തും ഇവനെ ഉരുട്ടിയിടും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരാത്മാവുണ്ടെന്ന് പറയുന്നു. ഈ ആത്മാവ് ആരുടെ അരികിൽ കൊണ്ടുവന്നു? ശിഷ്യന്മാരുടെ അരികിൽ കൊണ്ടുവന്നു. ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞില്ല. അവൻ അവരോട്, അവിശ്വാസമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട്, യേശു പറഞ്ഞു, അവിശ്വാസമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ, എത്രത്തോളം നിങ്ങളെ പൊറുക്കും, അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവിനെന്ന് ഉത്തരം പറഞ്ഞു. യേശു പറഞ്ഞു, അവനെ എന്റെ അരികിൽ
കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. ഈ ചോദ്യം ചിലപ്പോൾ നിങ്ങളോടും യേശു ചോദിക്കത്തില്ലേ? അവിശ്വാസമുള്ള തലമുറയെ എന്ന് കർത്താവ് ചോദിച്ചാൽ അതിശയിക്കാനൊന്നുമില്ല. നിങ്ങളെ അകത്തുള്ള ആത്മാവിനെ ആര് തിരിച്ചറിയണം? നിങ്ങളിന്ന് പകൽ തിരിച്ചറിയണം. തിരിച്ചറിയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം. 20 വാക്യം. അവർ അവനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ കണ്ട ഉടനെ ആത്മാവ് അവനെ ഇഴച്ചു. അവൻ നിലത്തു വീണ് നുരച്ചുരണ്ടു. ഇത് സംഭവിച്ചിട്ട് എത്ര കാലമായി എന്ന് അവന്റെ അപ്പനോട് ചോദിച്ചതിന് അവൻ ചെറുപ്പം മുതൽ തന്നെ അത് അവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്. നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ എന്ന് പറഞ്ഞു. യേശു അവനോട് നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ വിശ്വസിക്കുന്നവന് സകലവും കഴിയും എന്ന് പറഞ്ഞു. യേശു അവരോട് പറയുന്ന വാക്ക് നിങ്ങൾ ചോദിച്ചു. യേശു അവനോട് നിന്നാൽ കഴിയും. യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാരോട് യേശു പറഞ്ഞത് എന്നാ? അവിശ്വാസമുള്ളവര് അല്ലേ? യേശുവിന്റെ കൂടെ നടന്നിട്ടും യേശുവിന്റെ കൂടെ എല്ലാ കാര്യത്തിലും നിന്നിട്ടും അവരോട് ചോദിക്കുക, നിങ്ങൾ എന്നാ ഉള്ളവരാ? അവിശ്വാസമുള്ളവരാ, വിശ്വാസമില്ലാത്തവരാ. യേശു പറഞ്ഞു അവനെ എൻ്റെ അരികിൽ കൊണ്ടുവരീൻ. എന്നിട്ട് ആ കൊച്ചിൻ്റെ അപ്പം പറയാം, നിന്നാൽ കഴിയുമെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ഒന്ന് വിടുവിക്കണം. ഇവിടെ യേശു പറഞ്ഞു, യേശുവിന് നിന്നാൽ കഴിയും എങ്കിൽ എന്നോ വിശ്വസിക്കുന്നവന് സകലവും കഴിയുമെന്ന് പറഞ്ഞു. അപ്പൊ വിശ്വസിക്കുന്നവന് സകലവും കഴിയും എന്ന് പറഞ്ഞു. എന്നിട്ട് ബാലന്റെ അപ്പൻ ഉടനെ നിലവിളിച്ചു, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തിനെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. എന്നാറെ പുരുഷാരം ഓടിക്കൂടുന്നത് യേശു കണ്ടിട്ട് അശുദ്ധാത്മാവിനെ ശാസിച്ചു. ഊമനും ചെകിടനുമായ ആത്മാവേ ഇവനെ വിട്ടുപോ. ഊമനും ചെകിടനുമായ ആത്മാവേ. അപ്പൊ ഒരു ആത്മാവ് വന്നേ. യേശുവിന്റെ മേൽ ഇരിക്കാത്ത മറ്റൊരാത്മാവ്. യേശുവിൻ്റെ മേൽ ഇരിക്കുന്ന ആത്മാവ് ഏതാത്മാവാ? പരിശുദ്ധാത്മാവ്. എവിടുന്നുള്ള ആത്മാവാ? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് അവൻ യേശുവിൻ്റെ മേൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവ്. അപ്പൊ ഈ ലോകത്തിനകത്തൊരാത്മാവുണ്ട്, ഇരുട്ടിൻ്റെ ആത്മാവ്. യേശു പറയുന്നു യേശുവിൽ ഇരുളെന്തില്ല, ഒട്ടുമില്ലല്ലോ. അപ്പൊ നെഗറ്റീവായ ഒരു ഇരുൾ അവിടെ നിൽപ്പുണ്ട്. ഇതിനെ ആർക്ക് ജയിക്കാൻ പറ്റും? സ്വർഗത്തിൻ്റെ ആത്മാവുള്ളവന് ജയിക്കാൻ പറ്റും. പ്രതികൂലമായി നിൽക്കുന്ന എന്തിനെ ജയിക്കാനുള്ള ആത്മാവ് ആരുടെ മേലുണ്ട്? നമ്മുടെ മേലുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇതിനാ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. നിങ്ങൾ സ്വീകരിച്ചത് യേശുവിനെ കുറിച്ച് പറയുമ്പോൾ യോഹന്നാൻ പറഞ്ഞു, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലാലും തീയാലും സ്നാനപ്പെടുത്തുവാൻ വരും. അപ്പൊ യേശു കർത്താവിൻ്റെ വരവ് എന്തിനു വേണ്ടിയാ? യേശു കർത്താവ് വന്ന നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനപ്പെടുത്തുവാനാ. ഈ ആത്മാവ് ആരുടെ മേൽ വന്നു? നമ്മുടെ മേൽ വന്നു. നമ്മുടെ അകത്തിന്ന് പകൽ അറിയേണ്ടത് സ്വർഗത്തിലെ ദൈവത്തെ അപ്പ എന്ന് വിളിപ്പാനുള്ള റൈറ്റ് നമുക്ക് കിട്ടി. എങ്ങനെ? ഈ ആത്മാവ് എൻ്റെ മേൽ വന്നപ്പോൾ അപ്പ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ആരുടെ മേൽ പകർന്നു? നമ്മുടെ മേൽ പകർന്നു. ഇനി നമ്മൾ ദാസ്യനല്ല, നമ്മൾ ആരായി മാറി? പുത്രനായി മാറി. എങ്ങനെ? ആത്മാവിനാൽ. യേശുവിൻ്റെ മേൽ പകരപ്പെട്ട അതേ പരിശുദ്ധാത്മാവ് ആരുടെ മേലുണ്ട്? എൻ്റെ മേലുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം അറിയണം, ഒരു ബന്ധനവും നിങ്ങളുടെ മേൽ വരത്തില്ല. ഒരു മന്ത്രവാദിക്ക് നിങ്ങളെ ചെയ്യാൻ പറ്റത്തില്ല. ഒരു കെട്ടുകളും നിങ്ങളുടെ മേൽ ഇരിക്കത്തില്ല. അതിനെ ജയിച്ചവൻ്റെ ഒരു ആത്മാവാണ് നിങ്ങളുടെ മേൽ ഇരിക്കുന്നത്. ഹല്ലേലൂയ! എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നൊരു ഭാഗമായി ഇവിടെ പറഞ്ഞത്. ഇവിടെ പറയുന്നതിനകത്ത് നോക്കിയേ, ഇവനെ വിട്ടു പോയി, ഇനി അവനിൽ കടക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം യേശുവിൻ്റെ മേൽ ഇരുന്ന ആത്മാവ് ഈ ബാലൻ്റെ മേൽ ഇരിക്കുന്ന ആത്മാവിനേക്കാൾ ബലമുള്ള ആത്മാവാ. ഇതേതിനിൽ ചതിച്ചവൻ്റെ ആത്മാവാണെങ്കിൽ ഏതിന് ജയമെടുത്തവൻ്റെ ആത്മാവാണ് നമ്മുടെ മേലിരിക്കുന്നത്. ഈ ആത്മാവിനാൽ ഈ ആത്മാവിനാൽ ഇവിടെ പറയുന്നു, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വായിച്ചു,
അവനെ വളരെ ഇഴച്ച് പുറപ്പെട്ടു പോയി. മരിച്ചുപോയി എന്ന് പലരും പറവാൻ തക്കവണ്ണം അവൻ മരിച്ച പോലെയായി. യേശു അവനെ കൈക്ക് പിടിച്ചു നിവർത്തി. അവൻ എഴുന്നേറ്റു. വീട്ടിൽ വന്ന ശേഷം ശിഷ്യന്മാർ സ്വകാര്യമായി അവനോട്, ഞങ്ങൾക്ക് അതിനെ പുറത്താക്കുവാൻ കഴിയാതിരുന്നത് എന്ന് ചോദിച്ചു. പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകുകയില്ല. യേശു പറഞ്ഞു, പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകുകയില്ല എന്ന്. എന്നാ വേണം? യേശു കർത്താവ് എപ്പോഴും ദൈവസന്നിധി നോക്കിയാൽ നിങ്ങൾക്കറിയാം. മർക്കോസിന്റെ ലേഖനങ്ങളൊക്കെ വായിക്കും, തുടക്കത്തിനകത്തറിയാം യേശു കർത്താവ് ഏകനായി പ്രാർത്ഥിക്കുന്നവനായിരുന്നു. പത്രോസ് അപ്പോസ്തലന് കൂടെയുള്ളവർ ചെന്നിട്ട് പറഞ്ഞു, യേശുവിനോട് പറഞ്ഞു, യേശുവേ, നിന്നെ എല്ലാവരും അന്വേഷിക്കുന്നു. യേശു പറഞ്ഞു, നിങ്ങളുടെ ഊരുകളിൽ പ്രസംഗിക്കേണ്ടതിനും നിങ്ങളുടെ വ്യാധികളെ പുറത്താക്കേണ്ടതിനും അല്ലയോ ഞാൻ വന്നിരിക്കുന്നത്. യേശു പ്രാർത്ഥിക്കുന്നവനായിരുന്നു. എങ്ങനെ പ്രാർത്ഥിക്കുന്നവനാണ്? ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടോ? പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ സമയം കണ്ടെത്തുന്നുണ്ടോ? ദൈവസന്നിധിയിൽ ആത്മാവിൻ്റെ ഒരു പ്രാർത്ഥന വെളിപ്പെട്ടാൽ നിനക്ക് വെളിപ്പെടാത്ത ഒരു കാര്യവുമില്ലാതെ വരും. ദൈവത്തിൻ്റെ പദ്ധതി നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. എങ്ങനെ നിന്നാൽ ആത്മാവിൽ വെളിപ്പെടുത്തിയാൽ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം പറഞ്ഞ്, രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം എനിക്ക് സ്വർഗത്തിലുണ്ട്. ഇന്ന് പകൽക്കാലം അറിയണം, ആത്മാവിൽ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. എത്ര പേര് വിശ്വസിക്കുന്നു? അതുകൊണ്ട് പറഞ്ഞ, പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി ഒന്നിനാലും വിട്ടുമാറത്തില്ല എന്ന് യേശു പറഞ്ഞു. അപ്പൊ യേശു അതുകൊണ്ട് ഇന്ന് പകൽ അറിയണം, ലൂക്കോസിനകത്ത് വന്നു എടുക്കണ്ട. ലൂക്കോസിനകത്ത് വന്നപ്പോൾ യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ശിഷ്യന്മാർ എന്നിട്ട് പറയാ, ഞങ്ങളെയും എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറയുക. ആത്മാവിനെ നിങ്ങൾ തിരിച്ചറിയണം, പ്രാർത്ഥനയിൽ തിരിച്ചറിയണം. യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നവനായിരുന്നുവെങ്കിൽ ആ പ്രാർത്ഥനയുള്ളവൻ ഇന്ന് പകൽക്കാലം അറിയണം, ആത്മാവ് ദിനം പ്രതി ശക്തി പ്രാപിച്ചുകൊണ്ടേയിരിക്കുക. എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനെന്ന് അറിയണമെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തോട് ഞാൻ വിളിച്ചു പറയാ, തണ്ടിന്മേൽ വെച്ച് വിളക്ക് പോലെ നീ ശോഭിക്കും. ഇന്ന് പകൽക്കാലം പ്രാർത്ഥന നിന്റെ ഭവനത്തിനകത്തുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അറിഞ്ഞു ഒരു പരാജയവും നിന്റെ ജീവിതത്തിനകത്ത് വരത്തില്ല. പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം എഴുന്നേറ്റ് നിന്നാൽ പട്ടണം നിന്റെ മേൽ ദൈവം തമ്പുരാൻ കൈതെളിത്തല്ലോ. അതുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-19 വാക്യത്തിൽ പറഞ്ഞത്, നീ ചെല്ലുന്ന പട്ടണത്തിന്റെ അനുഗ്രഹം നിന്റെ കരങ്ങളിൽ ദൈവം തമ്പുരാൻ ചെല്ലും. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? നീ തൊടുന്ന ഒന്നിലും പരാജയപ്പെടത്തില്ല. പിശാചിനെതിരായി ആയിരുന്നു വാളാണ് പ്രാർത്ഥന. പ്രാർത്ഥനയാൽ ഉപവാസത്താലും അല്ലാതെ ഈ ജാതി വിട്ടുപോകത്തില്ലെങ്കിൽ ഇന്ന് പകലിൽ പ്രാർത്ഥിക്കുന്നവൻ എഴുതി വെച്ചോ, നിന്റെ തലമുറ ഒരു അനുഗ്രഹമായി മാറും. യാഗപീഠത്തിലെ തീ കെട്ടുപോയില്ലെങ്കിൽ, ലേവ്യ പുസ്തകത്തിനകത്ത് പറയുന്ന പോലെ യാഗപീഠത്തിലെ തീ കെട്ടുപോയില്ലെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരുവന്റെ അകത്ത് ആത്മാവിന്റെ നെരിപ്പോട് കത്തിത്തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അറിഞ്ഞോ, ചില പിശാചുകൾ കീഴടങ്ങപ്പെടാൻ തുടങ്ങും, ചില ബന്ധനങ്ങൾ അഴിയപ്പെടാൻ തുടങ്ങും. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, ഇന്ന് പകലിൽ അറിഞ്ഞോ, നിനക്ക് വേണ്ടി സ്വർഗം ചില കരുതലുകളെ നടത്തിക്കൊണ്ടിരിക്കുക. ഇന്ന് പകലിൽ നീ ക്ഷീണിച്ചു പോകുവാനല്ല, തകർന്നു പോകുവാനല്ല, നീ ഉയർച്ച തന്നെ പ്രാപിക്കുക. അതുകൊണ്ട് പറയുന്നു, യഹോവയെ കാത്തിരിക്കുന്നവർ അവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ക്ഷീണിച്ചു പോകത്തില്ല, അവർ തകർന്നു പോകത്തില്ലെങ്കിൽ ഇന്ന് ആത്മാവിനകത്തറിഞ്ഞോ, നിനക്ക് വേണ്ടി കരുതി വെച്ചത്, സ്വർഗം കരുതി വെച്ചത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ മനസ്സിൽ നിരൂപിക്കത്താണെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ അറിയണം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നത് വിളിച്ചു പറയത്തക്ക രീതി ആത്മാവിന്റെ മൂവിങ് തുടങ്ങി കഴിഞ്ഞാൽ, ആത്മാവിന്റെ ശക്തി വെളിപ്പെടാൻ തുടങ്ങിയ, ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങിയ, നീ ഒരു അത്ഭുതമായി മാറുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ഇവരുടെ അകത്ത് പറഞ്ഞ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തിന്റെ കുറവുണ്ടെന്നാ പറഞ്ഞേ? ഒന്ന്, വിശ്വാസത്തിന്റെ കുറവ്. 2, ഗത്സമനത്തോട്ടത്തിൽ പോലും യേശുവിനെ പിടിക്കപ്പെടുമ്പോൾ ശിഷ്യന്മാരിന്ന് ഉറങ്ങുക. ഈ ഉറങ്ങുന്ന ശിഷ്യന്മാരെ അപ്പോസ്തല പ്രവൃത്തി 10 പത്രോസ് പ്രാർത്ഥിക്കുന്ന കാണാം. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി വാതിൽ തുറക്കുന്ന ഒരിതുണ്ട്. പ്രാർത്ഥിക്കുന്നവനെ ആത്മാവിൽ ബലപ്പെടുന്ന ഒരു സംഭവമുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പൊ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ എന്തിലേക്ക് കൊണ്ടുവന്നു? പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവന്നു. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം നടത്തേ, 3-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം
അതിൻ്റെ 14-ാമത്തെ വാക്യം, മർക്കോസിന്റെ 3:14. അവൻ തന്നോട് കൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും പന്തിരുവരെ. അപ്പൊ യേശു കർത്താവ് ഇവരെ നിയമിക്കുമ്പോ എന്തിനു വേണ്ടിയാ? യേശു പറയുന്നു അവനോടുകൂടി ഇരിപ്പാനും, അമ്മ ഇവിടെ പറയുകയാണ് അവനോടുകൂടി ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും പന്തിരുവരെ നിയമിച്ചു. എന്തിനെ പുറത്താക്കാൻ? ഇവരെ നിയമിച്ചേ, കർത്താവ് ഇവരെ നിയമിച്ചിരിക്കുക. പക്ഷേ ഈ 9-ാം അധ്യായത്തിൽ വന്നപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങളെ? ദൈവം നിങ്ങൾക്ക് അധികാരം തന്നു, പ്രസംഗിപ്പാനും ശുശ്രൂഷിപ്പാനും ഒക്കെ ദൈവം തന്നു. ഇത് 3-ാം അധ്യായത്തിൽ നടക്കുന്ന സംഭവം. 9-ാം അധ്യായത്തിനകത്ത് ബാധയുള്ളൊരു കൊച്ചിനെ കൊണ്ടുവന്നിട്ട് ഇവർക്ക് സൗഖ്യമാക്കാൻ പറ്റിയില്ല. യേശു കർത്താവ് ചോദിക്കുക, എത്രത്തോളം നിങ്ങളുടെ കൂടെ ഞാൻ ഇരിക്കും? നിങ്ങളുടെ മേൽ എന്ത് പകർന്നു? ശുശ്രൂഷ പകർന്നു. ഇപ്പോഴും നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഏതോ മന്ത്രവാദി ചെയ്തിരിക്കുന്ന ഏതോ കെട്ടുകിടപ്പുണ്ട്. പ്രവാചകന്മാരെ തപ്പി നടക്കുക. എവിടെയുണ്ട്? എവിടാ പ്രവാചകന്മാരിരിക്കുന്നത്? അവരുടെ അടുത്ത് പോവുക. എന്താണ് ബ്രദറെ പ്രശ്നം? ഇത് ഈ അകത്തു പകരപ്പെട്ട ശുശ്രൂഷയെ ആര് തിരിച്ചറിയുന്നില്ല? എൻ്റെ കൂടെ ഒന്ന് വന്നേ നിങ്ങൾ, എന്നാലേ ഇത് വേഗത്തിൽ കടന്നു പോവുള്ളൂ. എൻ്റെ മേലുള്ള വിളിയും തെരഞ്ഞെടുപ്പും ഞാൻ എന്ത് ചെയ്യുന്നില്ല? തിരിച്ചറിയുന്നില്ല. ദാവീദിന്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തെ ദാവീദ് തിരിച്ചറിഞ്ഞ ഗോലിയാത്ത് വീണു. നിങ്ങളുടെ മേൽ പകരപ്പെട്ട ദൈവശക്തി എന്നാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഇന്ന് പലതും കീഴടങ്ങപ്പെടുവാൻ തുടങ്ങും. അപ്പൊ ആത്മാവിന് ഇവിടെ പറയുന്നു, യേശു കർത്താവ് ഇവരെ ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിനും അധികാരം ഉണ്ടാകുവാനും 12 പേരെ നിയമിച്ചു. ഈ 9-ാം അധ്യായത്തിൽ വന്ന പേജിനോട് ചോദിക്കുക, ഞങ്ങൾക്ക് തന്നെ ഇതിനെ പുറത്താക്കാൻ പറ്റാതിരുന്നേ? യേശു ഒരൊറ്റ കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് എന്തില്ല? പ്രാർത്ഥനയില്ല. നിങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നവരല്ല. യേശു കർത്താവ് പറയുന്നു. അപ്പോൾ ഈ ആത്മാവ് ബലപ്പെടണമെങ്കിൽ എന്ത് വരണം? പ്രാർത്ഥന വരണം. അവർ പ്രസംഗിക്കുമായിരിക്കും അല്ലേ? അവർ പ്രസംഗിക്കും, പക്ഷെങ്കിൽ അത്ഭുതങ്ങൾ അവർ നടക്കത്തില്ല. എത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലേക്ക് വന്നേ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ അധ്യായം വാക്കുന്നിടത്തേ. യോഹന്നാന്റെ 20-ന്റെ 21. യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന്. ആരെ അയക്കാൻ പോവാ? 12 പേരെ യേശു പറഞ്ഞു. എന്നതിനു വേണ്ടി? ഭൂതങ്ങളെ പുറത്താക്കുവാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ, മരിച്ചവരെ ഉയർപ്പിയ ദൈവരാജ്യം പ്രസംഗിക്കാൻ ആരെ നിയമിച്ചു? ശിഷ്യന്മാരെ നിയമിച്ചു. ആരുടെ ആത്മാവിനാൽ? യേശുവിൻ്റെ മേൽ പകരപ്പെട്ട അതേ ആത്മാവിനാൽ ഇവരുടെ മേൽ പകരപ്പെട്ടു. പക്ഷെ ഇവരോട് പറഞ്ഞു, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ എന്ത് ചെയ്യത്തില്ല, ഈ ജാതി വിട്ടുപോകത്തില്ല. അപ്പൊ ഇവരുടെ ജീവിതത്തിനകത്ത് എന്ത് കുറവ് വന്നു? പ്രാർത്ഥനയുടെ ജീവിതം കുറഞ്ഞു. ഇവിടെ യേശു കർത്താവ് ഉയർത്തെഴുന്നതിന് ശേഷം ശിഷ്യന്മാർ അരികിൽ വന്നിട്ട് പറയുകയാണ്, യേശു പിന്നെ അവരോട് നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുക. പരിശുദ്ധാത്മാവ് ഇവിടെ പറയുന്നു, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യാൻ പോവാ? അയക്കാൻ പോവാ. അപ്പൊ ദൗത്യത്തിലേക്ക് വന്നോണം. യേശു ചെയ്ത അതേ ദൗത്യത്തിലേക്ക് ആര് കിടക്കുക? നമ്മളും കിടക്കുക. ശിഷ്യന്മാരെ നിൽക്കട്ടെ. എൻ്റെ വചനം പ്രമാണിക്കുന്നവരല്ല എൻ്റെ ശിഷ്യന്മാരാ ആണേ. അപ്പോൾ നമ്മുടെ മേൽ ആരെ പകർന്നു കഴിഞ്ഞു? പരിശുദ്ധാത്മാവിനെ പകർന്നു. കർത്താവ് പറഞ്ഞു, എന്നെ പിതാവ് അയച്ചതുപോലെ തന്നെ ഞാൻ ആരെ അയക്കാൻ പോവാ? നിങ്ങളുടെ ബൗണ്ടറി ഒന്ന് മാറണം. നിങ്ങളുടെ ബൗണ്ടറി നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? നിങ്ങളുടെ ഭവനത്തിനകത്ത് ചുറ്റുക.
യേശു കർത്താവ് പറയുന്നുണ്ട്, ശിഷ്യന്മാരോട് പറഞ്ഞു, അടുത്ത ഗ്രാമത്തിൽ ഒരു കഴുതയും കുട്ടിയും കെട്ടിയിട്ടുണ്ട്. കഴുതയും കുട്ടിയും കെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കുട്ടിയും കഴുതയും ഒരു കയറിനടുത്താ. ഒരതിരുണ്ടോ? ഇല്ലെന്നോ? ഒരതിരുണ്ട്. ഈ അതിരിനകത്താണ് ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പുറത്ത് ഇഷ്ടം പോലെ നന്മയുണ്ട്, ഇഷ്ടം പോലെ വിശാലതയുണ്ട്. പക്ഷെ പോകാൻ പറ്റുന്നുണ്ടോ? പോകാൻ പറ്റുന്നില്ല. യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നീ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമരിയിലും ലോകത്തിൻ്റെ അറ്റത്തോളം ഇന്ന് പകൽ ആത്മാവിനകത്ത് ഈ ആത്മാവിൻ്റെ പകരപ്പെടൽ നിന്റെ മേൽ വരുമ്പോൾ നീ കാണാത്ത വാതിൽ നിനക്കായി തുറക്കപ്പെടാൻ പോകുക. നീ ചിന്തിക്കാത്ത വാതിൽ നിനക്ക് വേണ്ടി തുറക്കപ്പെടുക. കർത്താവിനാൽ അയക്കപ്പെട്ടവനായി ഇന്ന് പകൽ ആത്മാവിനകത്ത് ഞാൻ വിളിച്ചു പറയാം, ആമി കണ്ടിട്ടില്ലാത്ത ദേശങ്ങൾ, കണ്ടിട്ടില്ലാത്ത നന്മകൾ നിന്റെ ഭവനത്തെ ലക്ഷ്യം വെച്ച് വരും. എന്തുകൊണ്ട്? ആത്മാവിന്റെ ശക്തിയിനകത്ത്, ആത്മാവിൽ നിന്നുകൊണ്ട് ഇന്ന് പകൽ ആത്മാവിന്റെ നിയോഗത്തിനകത്ത് ഒരുവൻ ചലിക്കപ്പെടുവാൻ റെഡിയാണെങ്കിൽ, കർത്താവെ അടിയനെ അയക്കണമേ എന്ന് പറയാൻ റെഡിയാണെങ്കിൽ, യെശയ്യാ പ്രവാചകൻ 6-ാം അധ്യായത്തിനകത്ത് വിളിച്ചു പറയുന്നു, ആമി പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ഒരു കൊടിൽ കൊണ്ട് ആമി ഒരു തീക്കനലെടുത്ത യെശയ്യാവിന്റെ നാവിനെ തൊടുമ്പോ നിന്റെ അകൃത്യങ്ങൾ മാറിയെന്ന് പറയുമ്പോ ആമി സ്വർഗത്തിൽ നിന്ന് ഒരു ചോദ്യം, ആമി ഞാൻ ആരെ അയക്കേണ്ടു? ആരെനിക്ക് വേണ്ടി പോകും? യെശയ്യാ പറയുന്നു, എന്നെ അയക്കണമേ, ഞാൻ പോകാൻ റെഡിയാ. ഇന്ന് പകൽ ആത്മാവുള്ള വിളിച്ചു പറയണോ, ആത്മാവിന്റെ ഹിതപ്രകാരം ദൈവം എന്നെ അയക്കാൻ റെഡിയാണെങ്കിൽ, ആമി നീ പറയുന്നിടത്ത് പോകാൻ റെഡിയാണെങ്കിൽ, ഇന്ന് പകൽക്കാലം പറഞ്ഞു, നീ കണ്ടിട്ടില്ലാത്തത്, ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തത്, ഒരു ചെവി കേട്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യന്റെ മനസ്സ് നിരൂപിക്കാത്തത് ഇന്ന് പകൽക്കാലം നിന്റെ മേൽ വരും. പുരാതന സമ്പത്ത് അവന്റെ മേലുണ്ട്, ഗുപ്ത നിധികൾ അവന്റെ മേലുണ്ട്. അവനെ സ്നേഹിക്കുന്നവര്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുക. സകലവും നന്മയ്ക്കായി കൂടി വരിക. ചോദിച്ചതിൽ നനച്ചതിൽ അത്യന്തപരമായത് ഇന്ന് പകൽ വിശ്വസിക്കാൻ റെഡിയാകുക. നിനക്ക് വേണ്ടി ചില വാതിലുകളെ ദൈവം തുറക്കുമെന്ന് പറഞ്ഞ ഇന്ന് പകൽ വിശ്വാസത്തിൽ ഏറ്റെടു. അതുകൊണ്ട് പറയുന്നു, പിതാവ് നിങ്ങളെ എന്നെ അയച്ചതുപോലെ തന്നെ ഞാൻ നിങ്ങളെ അയക്കും. ഹല്ലേലൂയ. ആത്മാവിന്റെ നിയോഗം അകത്ത് വെളിപ്പെട്ട, വിളിയെ അകത്ത് വെളിപ്പെട്ട ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ അറിയണം, ആമി ആ ശക്തി എൻ്റെ മേലുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ആമി കൊലോസ്യ ലേഖനത്തിലേക്ക് വന്ന്, കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം. അതിനായി ഞാൻ എന്നിൽ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തി കൊത്തവണ്ണം പോരാടിക്കൊണ്ട് ഇവിടെ പൗലോസ് പറയുക, അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ യേശുവിന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കും. കണ്ടോ? അപ്പൊ പൗലോസിന്റെ കൈകളിൽ വലിയ വീര്യപ്രവർത്തികൾ നടന്നു. പൗലോസ് കൊടുത്ത റുമാല് കൊണ്ട് അത്ഭുതങ്ങൾ നടന്നു. ആമി മുടന്തരെ സൗഖ്യമായി, മരിച്ചവനെ ഉയർപ്പിച്ചു. ഏതാത്മാവിനാൽ? ഈ പരിശുദ്ധാത്മാവ് ആരുടെ മേലുണ്ട്? പൗലോസിന്റെ മേലല്ല, പ്രകാശിന്റെ മേലുണ്ട്. പൗലോസ് അവിടെ നിൽക്കട്ടെ. അമ്മച്ചി എന്ന് വിളിച്ചു പറയാം, അമ്മച്ചിയുടെ മേൽ ആത്മാവുണ്ടെന്ന്. അല്ലല്ല, ബലത്തോടെ വ്യാപരിക്കുന്ന, അതുകൊണ്ട് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നെന്ന് പറയുന്നെങ്കിൽ, ഇന്ന് പരീക്ഷാ ഹോളിൽ നീ കടന്നാലും, നീ എവിടെ കടന്നാലും ആമി നിന്റെ മേൽ ആത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഏലിയാവിന്റെ പുറകെ നടക്കുന്ന എലീശയെ കാണാം. എലീശ പറയുന്ന, അവനെ അങ്ങോട്ട് മാറ്റി നിർത്തുമ്പോഴോ എലീശ പറയുന്നുണ്ട്, ഞാൻ നിന്നെ വിട്ട് മാറത്തില്ല. ആമി സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്ന ഏലിയാവിന്റെ മേൽ പുതപ്പ് എലീശയുടെ മേൽ വന്നു കഴിഞ്ഞപ്പോ എലീശ തിരിച്ചു വരുന്ന യോർദാന്റെ മുൻപിലേക്ക് വന്ന പുതപ്പ് കൊണ്ട് യോർദാനെ അടിക്കുമ്പോ യോർദാൻ രണ്ടായി വഴിമാറിയപ്പോ അക്കരെ നിന്നവൻ പറഞ്ഞു, ഇവന്റെ മേൽ ഏലിയാവിന്റെ ആത്മാവുണ്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയണം, ചില വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കും പറയണം. യേശുവിന്റെ മേൽ വ്യാപരിച്ച അതേ പരിശുദ്ധാത്മാവ്, അതേ ശക്തി ഇവന്റെ മേലുണ്ട്. ഇവൻ പരാജയപ്പെടുമെന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചത്, ഇവൻ ചത്തുപോകുമെന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചത്, പക്ഷെ ഇന്നതല്ല നടക്കുന്നത്. ഇവൻ മേൽക്കുമേൽ ഒരു വർധനവ് വന്നുകൊണ്ടിരിക്കുക. യേശു പറഞ്ഞു, യഹോവയായ ദൈവം പറഞ്ഞു, വർധനവിനാൽ വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്ന വഴികളെ തുറക്കുമെന്ന് അവൻ പറഞ്ഞെങ്കിൽ, ഇന്ന് പകൽ വിശ്വാസത്തോടെ ഏറ്റെടുത്തോ, നിനക്ക് വേണ്ടി ദൈവം വഴികളെ തുറക്കും. അത് ദൈവത്താൽ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പൊ എന്റെ അകത്ത് എന്റെ മേൽ പകരപ്പെട്ട ആത്മാവിനെ ആര് തിരിച്ചറിയണം? ഞാൻ തിരിച്ചറിയണം.
ഇവിടെ പൗലോസ് പറയുന്ന ഒരു വാക്കായി ഇവിടെ പറഞ്ഞത്, കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത് പൗലോസ് പറഞ്ഞ വാക്കിനെ നിങ്ങൾ നോക്കി. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ എന്നിൽ എന്തുണ്ട്? ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തി, കല്ലറകളെ ഭേദിച്ചവന്റെ വ്യാപാര ശക്തി. കണ്ടോ, എനിക്ക് എന്റെ മേലിരിക്കുന്ന ആത്മാവിനെ ആര് തിരിച്ചറിയുന്നു? പിടികിട്ടുന്നോ? എന്റെ മേൽ പകരപ്പെട്ട ദൈവശക്തിയെ ആര് തിരിച്ചറിയണം? അതെവിടെ തിരിച്ചറിയണം? എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയകരമായി നടത്തുന്ന ഒരാത്മാവ് എൻ്റെ മേലുണ്ട്. അത് ചില മേഖലകളിൽ മാത്രമാണോ? എല്ലാ മേഖലകളിലും നിങ്ങളുടെ സകല പ്രവൃത്തികളും എന്തിലുണ്ടെങ്കിലും അവിടെയെല്ലാം ഈ ആത്മാവിൻ്റെ ശക്തി എന്ത് ചെയ്യണം? വെളിപ്പെട്ടുകൊണ്ടേയിരിക്കണം. പ്രതികൂലത്തിൽ മാത്രമല്ല, ഏത് മണ്ഡലത്തിലും ആത്മാവിൻ്റെ സാന്നിധ്യം അറിയണം. ഈ ആത്മാവിൻ്റെ സാന്നിധ്യം എവിടെ വെളിപ്പെട്ടോ അവിടെ വിടുതലുണ്ടാവും. ആത്മാവിൻ്റെ സാന്നിധ്യം എവിടെ തിരിച്ചു? ഇവിടെ കൂടെ പറയുന്നത്, എന്നിൽ പൗലോസ് തിരിച്ചറിഞ്ഞു, എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം. പൗലോസിന്റെ മേൽ പകരപ്പെട്ട ആത്മാവിനെ തിരിച്ചറിയാൻ പറ്റി. നമ്മുടെ മേൽ പകരപ്പെട്ട പരിശുദ്ധാത്മ ശക്തിയെ ആർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല? ഇന്ന് പകൽ പറയും, ദാസ്യത്തിൻ്റെ ആത്മാവല്ല നമ്മുടെ മേൽ പകരപ്പെട്ട പുത്രത്വത്തിൻ്റെ ആത്മാവാ. നമുക്ക് ഈ കണ്ണുനീരും ബഹളവും ഒക്കെ വരുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? നമ്മൾ ഈ ആത്മാവിനെ തിരിച്ചറിയാത്തത് കൊണ്ടാണ്. എൻ്റെ ഭാവി അവൻ്റെ കയ്യിൽ സുരക്ഷിതമാണെന്ന് തിരിച്ചറിഞ്ഞാൽ, ഏത് പ്രതിസന്ധി വന്നാലും എൻ്റെ ദൈവം പുതുവഴികളെ തുറന്ന് അനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്കാൻ റെഡിയായാൽ അത്ഭുതങ്ങൾ തനിയെ വന്നു ചേരും. ഹല്ലേലൂയ. അവൻ എത്ര പേര് വിശ്വാസത്തോടെ ഇന്ന് പകൽ ഏറ്റെടുക്കുന്നു. അതുകൊണ്ട് ഇവിടെ പൗലോസ് പറഞ്ഞത്, എൻ്റെ മേലുള്ള വ്യാപാര ശക്തി ആര് തിരിച്ചറിയാൻ തുടങ്ങി? പൗലോസ് ആമി പറയും, അവൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് ഞാൻ അധ്വാനിക്കുന്നു. പൗലോസ് പറയാം. ഇവിടെ പൗലോസ് വേണ്ടി എഫ് ലേഖനത്തിലേക്ക് വന്നേ. എഫ് ലേഖനം 6-ാം അധ്യായത്തിന് 12 വന്നേ. എഫ് ലേഖനം 6-ാം അധ്യായത്തിന് 12-ാമത്തെ വാക്യം. ഉള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന. ഇവിടെ പറയുന്നത് 6-ാം അധ്യായത്തിന് 12-ാമത്തെ വാക്യം പറയുന്നു. 12 മാത്രം ഒന്ന് വായിച്ചേ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും. അപ്പൊ നമുക്ക് നമ്മുടെ ഈ ആത്മാവ് കൊണ്ട് പോരാടാൻ നിൽക്കുന്ന എന്തിനോടാ? നമ്മൾ വ്യക്തികളോടല്ല, നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നവരോടല്ല. ഇതിൻ്റെ പുറയിലെല്ലാം വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ചന്ദ്രരോഗത്താ പിടിക്കപ്പെട്ടൊരു ബാലിനെ തള്ളിയിടുമ്പോൾ യേശു പറയുന്നു, അവൻ്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അവരുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഇവിടെ പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അപ്പൊ പോരാടുന്ന ഒരു ശക്തിയുണ്ട്. അതിനെ ജയിക്കുന്ന ആത്മാവിനെ ആരുടെ മേൽ തന്നിട്ടുണ്ട്? നമ്മുടെ മേലുണ്ട്. വിശ്വസിക്കാൻ പറ്റുമോ? ഈ ശക്തി ആരുടെ മേലുണ്ട്? നമ്മുടെ മേലുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. പ്രതികൂലത്തെ കൊണ്ടിടുന്ന ഒരു ശക്തിയുണ്ട്. പ്രതിസന്ധിയെ കൊണ്ടിടുന്ന ഒരു ശക്തിയുണ്ട്. കടക്കിണി കൊണ്ടാക്കി തീർക്കുന്ന ഒരു ശക്തിയുണ്ട്. രോഗത്തിൻ്റെ അവസ്ഥയെ കൊണ്ടിരുന്ന ഒരു ആത്മാവുണ്ട്. അപ്പൊ പ്രതികൂലമായി ചലിക്കുന്ന ഒരാത്മാവുണ്ട്. ഈ ആത്മാവിനെ ആർക്ക് ജയിക്കാൻ പറ്റും? പരിശുദ്ധാത്മാവ് ജയിക്കാൻ പറ്റും. ബന്ധനത്തെ കൊണ്ടിടുന്ന ആത്മാവുണ്ട്, ഇല്ലെന്നല്ല. ഇതിനെ ജയിക്കുന്നവന്റെ ആത്മാവ് ആരുടെ മേലുണ്ട്? നമ്മുടെ മേലുണ്ട്. ഇതിനെ ആര് തിരിച്ചറിയണം? നമ്മൾ തിരിച്ചറിയണം. തിരിച്ചറിയാ പോകുമ്പോൾ പിശാചിന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നമ്മൾ കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുക. ഇവിടെ പറയുന്നു, പോരാട്ടം വരുന്നത് ആരിലും? വാഴ്ചകളോടും അധികാരങ്ങളോടും
ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടുവാ. അപ്പോൾ ഒരു നെഗറ്റീവ് പവർ ഇവിടെ ഉണ്ട്, അല്ലെ? ഇരുട്ടിന് അധികാരങ്ങളും ഉണ്ട്. പക്ഷെ ഇരുട്ടിന് അധികാരത്തിലായിരുന്ന നമ്മളെ ആരിലേക്ക് വിളിച്ചു? വെളിച്ചത്തിലേക്ക് ദൈവം വിളിച്ചു. ഉൽപ്പത്തി പുസ്തകം തുടങ്ങും, പാഴും ശൂന്യമായിരുന്നു, ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു. അവിടേക്ക് എന്തു പകർന്നു? ആത്മാവിനെ പകർന്നു. ആത്മാവിനെ പകർന്നു അവിടെ ജീവനായതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ആരുടെ മേൽ പകർന്നു? നമ്മുടെ മേൽ പകർന്നു. പഴയ മനുഷ്യനെ എന്ത് ചെയ്തു? ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി. പഴയത് എന്ത് ചെയ്തു? പഴയ മനുഷ്യനല്ല, പഴയ മനുഷ്യൻ കഴിഞ്ഞു, പുതിയ സൃഷ്ടിയായി മാറി. പുതിയ സൃഷ്ടി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ അകത്തറിയണം, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവൻ്റെ ആത്മാവ്, കല്ലറകളെ ഭേദിച്ചു ഉയർത്തെഴുന്നേറ്റവൻ്റെ ആത്മാവ്, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവൻ്റെ ആത്മാവ്, ഭൂതങ്ങൾ കീഴടങ്ങിയവൻ്റെ ആത്മാവ്, ഇന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തുകൊണ്ടിരുന്നവൻ്റെ ആത്മാവ്. ഈ ആത്മാവ് എൻ്റെ മേലുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഈ ആത്മാവിൻ്റെ ശക്തിയെ നിങ്ങൾ തിരിച്ചറിയുമ്പോൾ തനിയേ വാതിലുകൾ തുറക്കപ്പെടുവാൻ തുടങ്ങും. ഹല്ലേലൂയ. അപ്പോൾ ഈ രോഗത്തിൻ്റെ ആത്മാവുണ്ടെങ്കിലും പ്രതികൂലത്തെ കൊണ്ടുവരുന്ന ആത്മാവുണ്ടെങ്കിലും അത് ഏത് ആത്മാവിനെ ജയിക്കാൻ പറ്റും? പരിശുദ്ധാത്മാവിലാണ് എനിക്ക് ജയിക്കാൻ പറ്റും. പ്രതിസന്ധിയെ ജയിക്കാൻ പറ്റുന്നത് ആത്മാവിൽ അത്ഭുതങ്ങളെ നടക്കും. ഐക്യപ്പെട്ടവൻ്റെ ആത്മാവ്. അതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം അത് വെറുതെ മടങ്ങി വരുന്നല്ല, കാര്യം സാധിപ്പിച്ചോ എൻ്റെ അരികിലേക്ക് മടങ്ങി വരത്തുള്ളൂ. ആത്മാവിൻ്റെ നിറവിനകത്ത് വെളിപ്പെടുമ്പോൾ, ആത്മാവിൻ്റെ ശക്തിക്കകത്ത് വെളിപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവ് വെളിപ്പെടുമ്പോൾ ആത്മാവിൻ്റെ നടത്തിപ്പ് ഞങ്ങളുടെ മേൽ വരും. ഈ ആത്മാവ് പ്രതികൂലത്തെ ജയിക്കുമോ? ജയിക്കുകയില്ലേ? അപ്പോസ്തലനായ പൗലോസ് പടകിൽ യാത്ര ചെയ്തു തുടങ്ങുക. തടവിലാക്കപ്പെട്ട പൗലോസ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാത്രിയാണോ പകലാണോ എന്നറിയാൻ മേലാത്ത വലിയ തിരകളാൽ കപ്പൽ തകരുന്ന അവസ്ഥയായി. പൗലോസിന്റെ മേൽ പകരപ്പെട്ടത് പരിശുദ്ധാത്മാവ്. ആരാൽ വിളിക്കപ്പെട്ടവൻ? ദൈവത്താൽ വിളിക്കപ്പെട്ടവൻ. കൂടെ ഇരുന്നവർക്കെല്ലാം ഭയം തുടങ്ങി. കപ്പൽ തകരാൻ പോവുക. ഏത് സമയവും കപ്പൽ തകരും, എല്ലാവരും മരിക്കപ്പെടുമെന്ന് പറയുമ്പോൾ പൗലോസിനകത്തൊരു ഭയം തുടങ്ങിയപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങിയിട്ട് പറഞ്ഞു, പൗലോസേ ഭയപ്പെടണ്ട, നിന്നെ ഞാൻ നീറോയുടെ മുന്നിൽ ഞാൻ നിർത്തേണ്ടതാ. നീ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനകത്ത് തിരിച്ചറിയണം, ഇന്നത്തെ പ്രതികൂലം എത്ര വലുതാണേലും അതിനേക്കാൾ അപ്പുറം ദൈവത്തിൻ്റെ കരുതൽ നിന്റെ മേലുണ്ട്. ഹല്ലേലൂയ. അവിടെ നിന്നിട്ട് പൗലോസിനോട്, പൗലോസേ ഭയപ്പെടണ്ട, ഇതിനകത്തിരിക്കുന്ന ആരും നഷ്ടപ്പെട്ടു പോകത്തില്ല, അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പോകുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ദൈവിക നടത്തിപ്പകത്തറിയണം. ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ അകത്ത് തിരിച്ചറിയണം. ആത്മാവിനകത്ത് കപ്പൽ ഛേദമുണ്ടായി. എല്ലാവരും പലരും നീന്തിക്കയറി മെലിത്യ എന്ന ദ്വീപിനകത്ത് കയറി ചെല്ലുന്നു. മെലിത്യ എന്ന ദ്വീപിനകത്ത് ചെല്ലുമ്പോൾ ഒരു പ്രത്യേകത അവിടെ നടന്നുകൊണ്ടിരിക്കുകയോ. അവിടെ ഇരിക്കുന്ന ബർബരന്മാർ ഇവരോട് മനസ്സലിവ് കാണിച്ചു. വിറകുകൾ കൂട്ടിയിട്ട് തീ കത്തിക്കാൻ തുടങ്ങി. പൗലോസ് അതിനകത്തുനിന്നൊരു കമ്പെടുത്തു. തീക്കകത്തോട്ട് ഇരുമ്പോൾ ഒരു അണലി അതിൻ്റെ മേൽ കടിച്ചു തൂങ്ങി. ഈ ആത്മാവിൽ ഒരു പ്രവചന ശബ്ദമാണ് ഞാൻ ഈ പറയുന്നത്. ചില പ്രതികൂലങ്ങൾ വരുന്നത് നിനക്കത് നന്മയ്ക്കായി ദൈവം മാറ്റാൻ പോകുക. ആത്മാവിനോട് ഇങ്ങനെ പറയുന്നത്, ചില പ്രതികൂലങ്ങൾ നിന്റെ ജീവിതത്തിൽ ഈ നാളുകളിൽ വന്നു ചേർന്നത് ഒരു നന്മയ്ക്കായി മാറ്റുവാൻ പോകുക. അതൊരു ദൈവികമായ വിടുതലിലേക്ക് ദൈവം മാറ്റുമെന്ന് ആത്മാവ് ഒരു പ്രവചന ശബ്ദത്തിനകത്ത് വിളിച്ചു പറയുക. അത് നിന്റെ ഭവനത്തിൽ സംഭവിക്കാൻ പോകുക. അത് നിന്റെ തലമുറയ്ക്കകത്ത് വെളിപ്പെടാൻ പോകുക. എങ്ങുമില്ലാത്തൊരു പ്രത്യേകത അവിടെ നടക്കുന്നുണ്ട്. എല്ലാവരും കമ്പുകൾ വാരിയിടുമ്പോൾ ആരും അണലി അവനെ കടിച്ചതില്ല. പൗലോസ് ഒരു കമ്പ് എടുത്തിട്ടപ്പോ അതിനകത്ത് ഒരു അണലി കടിച്ചെങ്കിൽ അവിടെ നിന്നോണ്ട് നീ അറിഞ്ഞോണം, ഒരു അത്ഭുതത്തിന്റെ വാതിൽ നിനക്കായി ദൈവം തുറക്കാൻ പോകുക. ഇന്ന് പകൽക്കാലം നിന്നെ കുറിച്ച് വിചാരപ്പെടുന്ന ഒരു ദൈവം എനിക്ക് സ്വർഗത്തിലുണ്ട്. പൗലോസ് കമ്പ് വലിച്ചിടുമ്പോ അതിനകത്ത് അണലി കടിച്ചു തുടിക്കലുമ്പോ ബർബരന്മാർ പറഞ്ഞു, ഇവനോട് നീതി ദേവത കോപിച്ചതാ, ഇത് നീതി ദേവത കോപിച്ചതാ. ഇന്ന് നിന്റെ തകർച്ച കണ്ടിട്ട് ആരൊക്കെയോ നിന്നെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. ഇവൻ ചിലത് വിട്ടുമാറിയത് കൊണ്ടാ ഇന്ന് പഴയ പോലെ നിന്നിരുന്നെങ്കിൽ ഇവൻ അനുഗ്രഹിക്കപ്പെട്ടത്. ഇതിന്റെ എല്ലാ താഴ്ചയുടെ കാരണം ഇതാണെന്ന് ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം അവർ നോക്കി നിൽക്കുമ്പോ പൗലോസ് അണലിയെ കുടഞ്ഞ് തീയിലേക്ക് കടഞ്ഞു. പൗലോസിന് ഒരു കേടും
പറ്റിയില്ല. ഇന്ന് പകൽ അറിയണം, എന്നെ വിളിച്ചത് സ്വർഗത്തിലെ ദൈവമാ, എന്നെ വിളിച്ചത് സ്വർഗത്തിലെ ദൈവമാ, എന്നെ വിളിച്ച സ്വർഗത്തിലെ ദൈവമാ. എന്റെ മേൽ വ്യാപരിക്കുന്ന സ്വർഗത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവാ. ഹല്ലേലൂയ. എന്റെ മേൽ വ്യാപരിക്കുന്നത് അവൻ നാട്ടുകാർ നോക്കി നിൽക്കാൻ തുടങ്ങി. അവൻ വിട്ടില്ല കേട്ടോ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ അറിയണം, കൂടി നിന്ന ജനം പറഞ്ഞു ഇവൻ ഒരു കൊലപാതകിയാണ്. അവൻ പറയുന്നു നീതി ദേവത ഇവനോട് കോപിച്ചവനാണ്. ഇന്ന് നിന്നെ കുറിച്ച് ചില ദേശത്തിനകത്ത് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ നീ ഇന്ന് ഭയപ്പെടേണ്ട. സ്വർഗം അതിനെ തിരുത്തി എഴുതാൻ പോകുക. നിന്റെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്ന് ലോകത്ത് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ആത്മാവ് ചില പ്രവർത്തികൾ ചെയ്യാൻ പോകുക. ആമി ചില പിതാക്കന്മാരുടെ അകൃത്യമാണെന്നോ, ആമി പഴയ ചില ബന്ധനങ്ങളാണെന്നും നാട്ടുകാർ പറയുന്നെങ്കിൽ ഇന്ന് ആത്മാവിനകത്ത് വെളിപ്പെടുത്തി വെച്ചോ. ആമേൻ. അവർ നോക്കി നിൽക്കെ തന്നെ അണലി ചത്തുപോകുന്നത് അവർ കാണുവാൻ ഇടയായി. കുറച്ച് സമയം കഴിഞ്ഞപ്പോ അവരുടെ കണ്ണ് മാറുവാൻ തുടങ്ങി, അവനെ ഉറ്റുനോക്കാൻ തുടങ്ങി. ഇവൻ ഒരു ദേവനെന്ന് പറയുമെന്നെങ്കിൽ ഇന്ന് പകലെ ആത്മാവിനകത്ത് ഞാൻ വിളിച്ചു പറയാം, നിന്റെ ഉയർച്ചയുടെ കാലം അധികം താമസമല്ല. ഉയർച്ചയുടെ കാലം അധികം താമസമല്ല. ഇന്ന് പകലിൽ നിന്നെ വിധിച്ചവർ തന്നെ പറയുന്ന ഒരു കാലം വിദൂരമല്ല. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനകത്തറിയണം. അവൻ പൗലോസിനോട് ദൈവാത്മാവ് വെളിപ്പെടുത്തി പറഞ്ഞു, ഈ കപ്പലിലുള്ളവരെ മുഴുവൻ ഞാൻ നിനക്ക് തരികയാ. മിലിത്യ ദ്വീപിനകത്തുള്ള ബർബരന്മാരെ ഞാൻ നിനക്ക് തരികയാ. ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ആമീൻ പറഞ്ഞ് ഏറ്റെടുത്തോ. അത് നിന്റെ തലമുറയുടെ മേലും അത് നിന്റെ കുടുംബത്തിന്റെ മേലും വരാം. ഇന്ന് കാണുന്ന പ്രതികൂലത്തെ കാണണ്ട, അതിന്റെ പുറകെ ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. ഇന്ന് കാണുന്ന നിരാശയെ നീ കാണണ്ട, ഇന്ന് ചില ഒഴുകിപ്പോയതിനെ കാണണ്ട. ദൈവം ചില വഴികളെ തുറക്കുമെന്ന് ആത്മാവിനകത്ത് വിളിച്ചു പറഞ്ഞ് പറയുക. ആത്മാവ് ചില പ്രതികൂലത്തെ മാറ്റി, ആത്മാവ് പ്രതിസന്ധികളെ മാറ്റി അവൻ ഒരു അത്ഭുതത്തെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക ഇന്ന് പകലിൽ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ തന്നെ ചോദിച്ച ഒരു ചോദ്യം ഞാൻ ഈ പറയുന്നത്, ഞങ്ങൾ ഇത്രത്തോളം ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി നടന്നിട്ട് പ്രതിസന്ധി തന്നെ വന്നില്ലേ, പ്രതികൂലം തന്നെ വന്നില്ലേ? ഇന്ന് നോക്കിയേ, തകർച്ചയുടെ എല്ലാ വാതിലുകളും അടഞ്ഞ് ആമി ചെറിയൊരു വിറക് കഷ്ണത്തെ പിടിച്ചു തൂങ്ങി മെലുത്തിയ എന്ന ദ്വീപിൽ ചെന്നപ്പോഴും അവിടെ ഒരു അണലിയെ ഞങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുക. ഇന്ന് പകൽക്കാലം അറിയണം, ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിന്റെ സമയം വെളിപ്പെടുകയാ. പ്രതികൂലത്തിന്റെ മുകളിൽ ദൈവം ജയം തരാൻ പോകുക. പ്രതികൂലത്തിന്റെ മധ്യത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോകുക. ഇന്ന് കാണുന്ന കഷ്ടത നിനക്ക് വരത്തില്ല. ആത്മാവ് ഞാനൊരു പ്രവചനം പറയാം. ചില താമസായി നിൽക്കുന്ന ചില മരങ്ങൾ ഉണങ്ങിപ്പോയാൽ, ചില ഉണങ്ങിപ്പോയ വൃക്ഷങ്ങൾ ഈ 2025 തളർപ്പിലേക്ക് വരും. ആമേ. സായി നിൽക്കുന്ന ചില വൃക്ഷങ്ങളെ ആത്മാവിനകത്ത് വിളിച്ചു പറയാം. സായി നിൽക്കുന്ന ഇടതൂർന്ന് നിൽക്കുന്ന ചില വൃക്ഷങ്ങൾ ഉണങ്ങിപ്പോയാൽ, ഉണങ്ങിയിരിക്കുന്ന ചില വൃക്ഷങ്ങൾ ഈ നാളുകളിൽ തളർപ്പിലേക്ക് വരുമെന്ന് ആത്മാവിനകത്തൊരു പ്രവചന ശബ്ദത്തെ ഞാൻ വിളിച്ചു പറയാം. അത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ആമേൻ. പൗലോസ് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. പൗലോസിന്റെ മേൽ ആത്മാവുള്ളവനായിരുന്നു. പൗലോസ് പറഞ്ഞ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നവനാന്ന് പറഞ്ഞു. പൗലോസ് ലേഖനം എഴുതി പറഞ്ഞു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടണമെന്ന് പറഞ്ഞു. ഈ പൗലോസിന് പ്രതിസന്ധി വന്നപ്പോൾ പൗലോസിനകത്ത് ഭയം വന്നില്ല. ഇത് കർത്താവിൻ്റെ പുതിയ ഉറവച്ചാലെന്ന് വിശ്വസിക്കാൻ തുടങ്ങി. ഇന്ന് കയ്യിലെടുത്തു ഒരു അത്ഭുതം ദൈവം തമ്പുരാൻ ചെയ്യാൻ പോകുക. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയാം, ദൈവം ചില അത്ഭുതങ്ങളെ വഴികളെ തുറക്കപ്പെടാൻ പോകുക. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. പ്രതികൂലങ്ങൾ വരത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അതിനകത്തുനിന്ന് ജയം തരുന്ന ഒരു ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേലുണ്ട്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എഫെസ്യ ലേഖനം 6-18 വാക്യം പറയുന്നു, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണുക. ആത്മാവ് പറയുക എന്ത് ചെയ്യണമെന്നാ പറയുന്നേ? സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു. എങ്ങനെ ചെയ്യണം? പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. വിടുതൽ വരുന്നില്ലെന്നല്ല, ആത്മാവിൽ പ്രാർത്ഥിച്ചോണം. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവന് പുതുവഴികൾ തുറക്കപ്പെടാൻ തുടങ്ങും. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവന് ദർശനങ്ങൾ കഴിവാൻ തുടങ്ങും.
ആത്മാവി പ്രാർത്ഥിക്കുന്നവന് പുതുവഴികൾ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. ആത്മാവി പ്രാർത്ഥിക്കുന്നവൻ ഇന്നത്തെ പ്രതിസന്ധിയെ കാണത്തില്ല. ഓ, എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമി പൗലോസും ശീലാസും കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോൾ അവർ കാരാഗ്രഹത്തെ കണ്ടില്ല, കയ്യിലിട്ട കൈത്താളത്തെ കൈച്ചങ്ങലകളെ കണ്ടില്ല, അവരൊരാളെ കണ്ടുള്ളൂ, നസ്രനാം യേശുവിനെ. ഹല്ലേലൂയ. അവർക്ക് തക്ക സമയമായപ്പോൾ അവർ ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. ആരാധനയുടെ ഒന്നാമത്തെ കരം വെക്കുമ്പോൾ ചങ്ങലകൾ അഴിയപ്പെടുവാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം പറഞ്ഞ ആത്മാവിൽ ഒരുവൻ ആരാധിക്കാൻ തയ്യാറായാൽ അവന്റെ ബന്ധനങ്ങൾ തനിയെ അഴിയപ്പെടുവാൻ തുടങ്ങും. ആമി ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ അറിയണം, ആമി ചില കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണുവാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. കാണാത്ത ചിലത് നിന്റെ ജീവിതത്തിൽ വരാൻ പോകുക. ആമി കാണാത്ത ചിലത്, ഹല്ലേലൂയ, കണ്ടതിനെ അല്ല ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കാണാത്ത ചിലത് നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചത് കാണാൻ പോകുക. ആമി ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ അറിയണം. ആമേ, ഹല്ലേലൂയ. ആമി അബ്രഹാമിനെ ദൈവം തമ്പുരാൻ വിളിച്ചിറക്കിക്കൊണ്ട് പോകുമ്പോ സ്വർഗത്തിന്റെ വാഗ്ദത്തം വരാൻ തുടങ്ങി. ആമി അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നീ ബഹുജാതികൾക്ക് പിതാവ്. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചവനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ അവന്റെ മേൽ, അവന്റെ തലമുറയുടെ മേൽ വേണമെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വാസത്തിൽ ഏറ്റെടുത്തോ. ഇന്ന് വിശ്വാസത്തിന് എടുത്തോ. ഞാൻ കണ്ടതിനെയല്ല ഇന്ന് കാണാത്തതിനെ അതെന്റെ മേൽ വരാൻ പോകുക. സ്വർഗം പറഞ്ഞത് എന്റെ മേൽ വരാൻ പോകുക. ആമി ദൈവത്തെ യഹോവയായ ദൈവം അബ്രഹാമിനോട് പറയുന്നു, അബ്രഹാമേ, നിന്നെ ഞാൻ ബഹുജാതികൾക്ക് പിതാവാക്കുമെന്ന് ഒരു വാഗ്ദത്തം ഇട്ടപ്പോ അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് പകലിൽ ആത്മാവിനകത്ത് ഞാൻ വിളിച്ചു പറയാം, ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ സ്വർഗം ഇന്ന് നിനക്ക് വേണ്ടി തുറക്കപ്പെടാൻ പോകുക. വിശ്വസിച്ചവരുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. അത് മഞ്ഞായി മഴയായി പെയ്തിറങ്ങുക തന്നെ ചെയ്യും. ആത്മാവിൽ ഒരുവൻ അത്ഭുതത്തെ കാണാൻ തുടങ്ങിയ, ആത്മാവിൽ ഒരുവൻ വിശ്വസിക്കാൻ തുടങ്ങിയ, ആത്മാവിൽ ഒരു വിടുതലിനെ കാണാൻ തുടങ്ങിയ ഒരു ശക്തിക്കും അതിനെ തടയാൻ പറ്റത്തില്ല. ആത്മാവിൽ ഒരുവൻ അത്ഭുതത്തെ കാണാൻ തുടങ്ങിയ, ആത്മാവിൽ ഒരു വിടുതലിനെ കാണുവാൻ തുടങ്ങിയ, ആത്മാവിൽ നിന്ന് കുരുട്ടുകണ്ണുകൾ തുറക്കുമെന്ന് കാണാൻ തുടങ്ങിയ, ആത്മാവിൽ നിന്ന് അത്ഭുതത്തെ കാണുവാൻ തുടങ്ങിയ, ആത്മാവിൽ പിശാചിന്റെ ബന്ധനങ്ങൾ അഴിയുന്ന കാണാൻ തുടങ്ങിയ, ഇന്ന് പകൽക്കാലം പറഞ്ഞു, നീ ഇന്ന് കണ്ടതിനെ ദൈവം നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ പോകുക. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? അവൻ യോസഫ് ഒരു അത്ഭുതത്തെ കണ്ടെങ്കിൽ, യോസഫ് പല കറ്റകളുടെ അകത്ത് യോസഫ് എന്ന കറ്റയെ ഉയർന്നു നിൽക്കുന്ന ഒരു ദർശനം ദൈവം തമ്പുരാൻ കാണിച്ചെങ്കിൽ, അവൻ നക്ഷത്രങ്ങൾക്കകത്ത് ഒരു നക്ഷത്ര ശോഭയോടെ നിൽക്കുന്ന യോസഫ് എന്ന മനുഷ്യൻ കാണാൻ തുടങ്ങിയാൽ കാരാഗ്രഹം ഒരു വിഷയമല്ല കേട്ടോ. അവൻ അടിമപ്പാളയം ഒരു വിഷയമല്ല കേട്ടോ. യോസഫ് കണ്ടോ നിന്റെ ജീവിതത്തിനകത്ത് വരും. ആത്മാവ് നീ ഒരു സത്യം കണ്ടിട്ടുണ്ടെങ്കിൽ, ആത്മാവ് നീ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പറഞ്ഞു, കാരാഗ്രഹത്തിൽ നിന്നെ കൊണ്ട് അടച്ചാൽ, കാരാഗ്രഹത്തിൽ നിന്നെ കൊണ്ട് അടച്ചാൽ വാഗ്ദത്തത്തിന്റെ സമയമാകുമ്പോ, വാഗ്ദത്തത്തിന്റെ സമയമാകുമ്പോ നിന്നെ തനിയെ വിളിക്കുന്ന ഒരു കാലം വിദൂരമല്ല. അത് നിന്നെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകലിൽ അത്ഭുതത്തെ കാണുന്നവർ, ആ വിടുതലിനെ കാണുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. പക്ഷെ ആത്മാവിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് വെളിപ്പെടുന്ന സകല പ്രാർത്ഥനയാലും യാചനയാലും ആത്മാവിൽ ഏതു നേരത്തും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? പ്രാർത്ഥന വെളിപ്പെടണം. ഏത് സമയം എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ഇടവിടാതെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എപ്പോഴും കർത്താവിനെ സ്തോത്രം ചെയ്യാൻ പറഞ്ഞു. ഏതിൽ കൂടെ? ആത്മാവിൽ കൂടെ. പ്രാർത്ഥനയിലും ജാഗരിച്ചുകൊണ്ട് വായിച്ചു. സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കും. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എന്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം. കണ്ടോ, പ്രാർത്ഥിക്കുന്ന എന്തിനു വേണ്ടിയാ? വചനം പറയണമെന്ന് വരികിൽ പോലും എന്ത് വേണം? ആത്മാവ് വേണം. വചനം പറയുമ്പോൾ അത് ഗ്രഹിക്കണമെന്ന് വരികിൽ പോലും ദൈവസഭയ്ക്കകത്ത് ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടണം. പൗലോസ് ഇവിടെ പറയുന്ന മർമ്മം നിങ്ങൾ പഠിച്ചോ. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനപതിയായി സേവിക്കുന്ന. കാരണം കർത്താവിനാ ഞാൻ ബന്ധിതനാ, കർത്താവിനാ ഞാൻ പിടിക്കപ്പെട്ടവനാ. എനിക്കൊരു ബൗണ്ടറി കർത്താവ് ഇട്ടിട്ടുണ്ട്. എനിക്ക് ഇണയില്ലാപ്പിട കൂടാൻ പറ്റത്തില്ല. വിശ്വാസിക്ക് അവിശ്വാസിയുമായിട്ട് ബന്ധം വേണ്ട. പലതിന്നും പൗലോസിനെ ദൈവം ഒഴിവാക്കി. ഇവിടെ പറയുന്നു, ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനപതിയായി സേവിക്കുന്ന
സുവിശേഷത്തിന്റെ മർമ്മം ത്തോടെ പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എന്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടത്. എനിക്ക് വചനം നൽകണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരായി മാറണം. ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്ന് വരിയിൽ എന്ത് ചെയ്യേണ്ടവരായിരിക്കണം? ആത്മാവിൻ്റെ പ്രാർത്ഥന വെളിപ്പെടണം. ആത്മാവിൻ്റെ പ്രാർത്ഥന വെളിപ്പെട്ടാൽ അവിടെ രോഗികൾ സൗഖ്യമാവും. ആത്മാവിൻ്റെ പ്രാർത്ഥന വെളിപ്പെട്ട അത്ഭുതങ്ങൾ നടക്കും. ആത്മാവിൻ്റെ പ്രാർത്ഥന വെളിപ്പെട്ട പ്രവചനങ്ങൾ നടക്കും. അപ്പോൾ ആത്മാവിൻ്റെ ഒരു പ്രാർത്ഥന ദൈവസഭയ്ക്കകത്ത് എന്തുണ്ടാകണം? അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? പ്രാർത്ഥിക്കണോ? തീമോത്തിയോസ് ലേഖനം കൊണ്ട് എടുത്തു. 2 തീമോത്തിയോസ് 2-ാം അധ്യായം 26-ാമത്തെ വാക്യം. 2 തീമോത്തിയോസ്. പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരായകയാൽ അവർക്ക് സുബോധം പ്രാപിച്ച് അവന്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്നും വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടത്. ചിലരെ എവിടെ എന്ത് പിടിച്ചിട്ടുണ്ട്? ചിലരെ പിശാച് പിടിച്ചിട്ടുണ്ട്. ചിലരെ നന്മയെ പിടിച്ചു വെച്ചിരിക്കുക. ചിലർ ഉയർച്ചയെ തടഞ്ഞു വെച്ചിരിക്കുക. അവരെവിടെയാ നിൽക്കുന്നേ? അവരെവിടെയുണ്ടെന്ന് പറയുന്നു? അവർ ദൈവസഭയ്ക്കകത്തുണ്ട്. ചില ബന്ധനങ്ങൾ എന്ത് ചെയ്തിരിക്കുക? പിടിപെട്ടിരിക്കുക. ഇവിടെ പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരായവർ. ആകയാൽ അവർക്ക് സുബോധം പ്രാപിച്ച് അവരുടെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്നും വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കുക. അവരെ സൗമ്യതയോടെ അതിൽ നിന്ന് എന്ത് ചെയ്യണം? പുറത്തു കൊണ്ടുവരും. ഒരു ദൈവസഭയ്ക്കകത്ത് ഒരു ബന്ധനത്തിൽ കിടക്കുക. ഒരു കുടുംബം ബന്ധനത്തിൽ കിടക്കുക. ആ ബന്ധനത്തിൽ നിന്ന് ആരഴിക്കണം? ഹലോ, എൻ്റെ കൂടെ ഉണ്ടോ? ഒരു പ്രതിസന്ധിക്കകത്ത് നിൽക്കുക, ഒരു പ്രതികൂലത്തിൽ നിൽക്കുക. നാളുകൾ കൊണ്ട് അവർക്ക് കരകയറാൻ പറ്റത്തില്ല. അവരുടെ ആറ്റിറ്റ്യൂഡ് മാറി, അവരുടെ ചിന്താമണ്ഡലങ്ങൾ മാറി. അവർ ചോദിക്കുന്നത് പഴയ ചില ശാപങ്ങളാണോ, അല്ലെങ്കിൽ ഏതോ ചെയ്തതാണോ? ഇതിലെല്ലാം ആര് ചെന്ന് വീഴുന്നു? ഇവർ ചെന്ന് വീഴുന്നു. എന്തുകൊണ്ടങ്ങനെ വീണു പോകുന്നു? പിശാചിനാൽ. പിശാചിന്റെ തന്ത്രത്തിൽ ആര് ചെന്ന് വീണു? ഇവർ ചെന്ന് വീണു. ഇവരെ ആര് പുറത്തു കൊണ്ടുവരണം? പിടികിട്ടുന്നോ? ഈ കെട്ടിനെ ആരഴിക്കണം? ഇതിനെ ആര് ഇവിടെ പറയുന്നു? സൗമ്യതയോടെ എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. എങ്ങനെ പഠിപ്പിക്കുന്നേ? സഹോദര, സാരമില്ല, എല്ലാം ശരിയായിക്കോളും കേട്ടോ. അങ്ങനെയാണോ പഠിപ്പിക്കുന്നേ? നിങ്ങൾ എൻ്റെ കൂടെ നിന്ന് വന്നേ. മർമ്മമാണ് ഞാനീ പറയുന്നേ. പ്രതിസന്ധിക്കകത്തൊരു കുടുംബം അകപ്പെട്ടു. നല്ല തീഷ്ണത വിശ്വാസത്തിൽ നിന്നതാ. പ്രതികൂലത്തിന്, പിശാചിൻ്റെ തന്ത്രത്തിനകത്ത് വീണു. ഇവരുടെ അകത്തൊരു ചിന്ത വന്നു, ആരോ ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ പല റീസൺ അതിനകത്ത് വരാം. ഇവരെ പുറത്തു കൊണ്ടുവരണം. ആരരികിൽ കൊണ്ടെത്തിക്കണം? യേശുവിൻ്റെ അരികിൽ കൊണ്ടുപോകണം. 2, ഇവർ ആത്മാവിൽ പഴയതിനേക്കാൾ മുന്നേറണം. അങ്ങനെ വന്നാൽ ഇവരെ സൗമ്യതയോടെ ചെന്ന് പഠിപ്പിക്കാൻ പറയുന്നത് എങ്ങനെ പഠിപ്പിക്കണം? അവരുടെ കെട്ടിനെ അഴിക്കണം, അവരുടെ ബന്ധനത്തെ അഴിക്കണം. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്ന എനിക്കറിയത്തില്ല. അവരുടെ പ്രതികൂലത്തെ കണ്ടെത്തി, അതിനു വേണ്ടി പ്രാർത്ഥിച്ച് അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. പിടികിട്ടുന്നവർക്കായി കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. അപ്പോൾ പിശാചിന് തന്ത്രമുണ്ട്, ഇല്ലേ? ഉണ്ട്. ഈ തന്ത്രത്തിനകത്ത് ഇവർ വിട്ടുപോയാൽ ഇവരെന്തിൽ നിന്ന് വിട്ടുപോകും? കർത്താവിൻ്റെ ജീവനിൽ നിന്ന് ഇവരെന്ത് ചെയ്യും? അകന്നു പോകും. കർത്താവിൻ്റെ ജീവനിൽ നിന്ന് അകന്നു പോകാതിരിക്കണമെങ്കിൽ സൗമ്യതയോടെ അവരെ ചേർത്ത് പിടിച്ച് അവരുടെ പ്രതിസന്ധിയെ പ്രാർത്ഥിച്ച് കണ്ടെത്തി അതിൽ നിന്ന് അവരെ മാറ്റണം. നിങ്ങൾക്കത് അങ്ങോട്ട് പിടി കിട്ടുന്നില്ലെങ്കിൽ 2 രാജാക്കന്മാരുടെ പുസ്തകം ഒന്ന് എടുത്തു, അതൊന്ന് പറഞ്ഞുതരാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 1-ാമത്തെ വാക്യം. 2 രാജാക്കന്മാരുടെ പുസ്തകം
2 രാജാക്കന്മാരുടെ പുസ്തകം 2 രാജാക്കന്മാരുടെ പുസ്തകം കണ്ടോ, 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശായോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എന്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു. ഇവിടെ നിങ്ങൾ പറയുന്ന പിടികിട്ടോ, ഇവരെവിടെ നിൽക്കുന്നവരാ? ഇവരാരെ ആരാധിക്കുന്നവരാ? ദൈവത്തെ ആരാധിക്കുന്ന അല്ലേ? ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണേ. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി ഇവരെവിടെ നിൽക്കുന്ന? എലീശയുടെ കൂടെ ശുശ്രൂഷയ്ക്ക് നിൽക്കുന്ന ഒരുവന്റെ ഭാര്യ വന്ന് എലീശയോട് പറയുക, ഞാൻ കൊണ്ടുവന്നതിന് മർമ്മമായി പറയുന്നേ, ഭാര്യയിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു. എന്നാ പറഞ്ഞേ? നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് ആയിരുന്നേ. എന്നിട്ട് ഇപ്പോൾ കടക്കാരൻ എന്റെ 2 മക്കളെ ഇപ്പോൾ എന്ത് ചെയ്തു കഴിഞ്ഞു? ഇപ്പോൾ പറയും യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എന്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു. 2 മക്കളെ പിടിച്ച് അടിമകളെ. പ്രതിസന്ധി ചെന്നോ? പ്രതികൂലത്തിൽ ചെന്നോ? അപ്പൊ അവിടെ ഉപദേശമാണോ വരുന്ന? ബന്ധനം അഴിയാണോ വേണ്ടിയേ? അവിടെ പഠിപ്പിക്കലാണോ വരുന്ന? ബന്ധനം അഴിയാണോ വേണ്ടിയേ? നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലല്ലോ. ഇവർക്കൊരു പഠനമാണോ ആവശ്യം? ഇവർക്ക് വിടുതലാണോ ആവശ്യം? വിടുതലല്ലേ ആവശ്യം? ഇതിനകത്തൊരു തന്ത്രം വെച്ച് പിശാച് ഇവരെ പിടിച്ചു. ഇവരാരാന്ന് പറഞ്ഞു? ഇവർ പ്രവാചകന്റെ ശിഷ്യനായിരുന്നു, യഹോവ ഭക്തനായിരുന്നു, വല്ലപ്പോഴും വരുന്നവനല്ല, അവൻ ആരാധിക്കുന്നവനായിരുന്നു. പക്ഷേ അവൻ പ്രതിസന്ധിക്കകത്ത് പിടികിട്ടു. അവനിന്ന് മരിച്ചുപോയി. അവന്റെ മക്കളെ എന്ത് ചെയ്തിരിക്കുക? അടിമകളാക്കിയിരിക്കുന്നു. എലീശ അവളോട് ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? എലീശ അവളോട് ചോദിച്ചു, നിനക്ക് ഞാൻ എന്തു ചെയ്തു തരണം? ഇതായിരിക്കണം ദൈവസഭ, ഇതായിരിക്കണം ദൈവസഭ. ഇതാ യേശുവിനെ. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? യേശു ബഥാനിയയിലേക്ക് വന്നു, ലാസറിന്റെ ഭവനത്തിലേക്ക് വന്നു. അവിടെ വന്ന് അവരെ ആശ്വസിപ്പിക്കാനല്ല യേശു വന്നത്, മരിച്ചവനെ ഉയർപ്പിച്ച് മടക്കി കൊടുക്കാനാണ് യേശു വന്നത്. ഈ ആത്മാവ് ഉണ്ടെങ്കിൽ ഇത് സംഭവിക്കുമെന്നാണ് ഞാൻ ഈ പറഞ്ഞു കൊണ്ടുവന്നതിന്റെ കാരണം. ഈ ആത്മാവിടെ ബഥാനിയയിലേക്ക് കടന്നു വരുമ്പോൾ ലാസറിന്റെ കല്ലറയുടെ അരികിലേക്ക് വരുന്ന മാർത്തയും മറിയയുടെ ഭവനത്തിൽ വരുന്ന യേശുവിനെ നിങ്ങൾ നോക്ക്. അവർ പറഞ്ഞു ഒരു വാക്കുണ്ട്, കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. അവനെ എവിടെ വെച്ചിരിക്കുന്നു? ലാസറിന്റെ കല്ലറ കാണിച്ചു കൊടുത്തപ്പോൾ സഹോദരി പറഞ്ഞു, കർത്താവെ 4 ദിനമായി നാറ്റം വെച്ചിരിക്കുന്നു. യേശു പറഞ്ഞ് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് പകൽ ആത്മാവിനകത്ത് ഞാൻ വിളിച്ചു പറയാം, പഠിപ്പിക്കലല്ല, ആത്മാവിന്റെ പ്രവൃത്തിയാണ് കാണേണ്ടത്, ആത്മാവിന്റെ ശക്തിയാണ് വെളിപ്പെടേണ്ടത്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവന്റെ ആത്മാവിന്റെ സന്നിധിയാണ് വെളിപ്പെടേണ്ടത്. ദൈവസഭ എന്ന് പറയുന്നത് വിടുതലിൻ്റെതാ, പ്രസംഗത്തിന്റെ മാത്രമല്ല, അത്ഭുതത്തിൻ്റെതായി മാറണം. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ആത്മാവിനെ ഇന്ന് പകൽ വെളിപ്പെടുന്ന കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇവിടെ എലീശ അരികിൽ വരുമ്പോഴും അവൾ പറഞ്ഞു, നിന്റെ ശിഷ്യനായിരുന്നു, യഹോവ ഭക്തനായിരുന്നു, പക്ഷേ അവൻ മരിച്ചുപോയി. പക്ഷേ ഇന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അടിമകളാക്കി മാറ്റിയിരിക്കുക. യേശു എലീശ അവളോട് പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. അതിന് അവൻ, നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക. നിന്റെ അടുത്തുള്ളവരുടെ വീട്ടിൽ ചെന്ന് വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക. പാത്രങ്ങൾ കുറവായിരിക്കല്ലേ. പിന്നെ നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞ് ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കുക. നിറഞ്ഞത് ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. അവൾ അവനെ വിട്ടു ചെന്ന് തന്റെ മക്കളോടുകൂടെ അകത്ത് കടന്ന് അവൻ തന്റെ മക്കളോടുകൂടി അകത്ത് കടന്നു.
വാതിലടച്ചു. അവർ അവളുടെ അടുക്കൽ പാത്രങ്ങളെ വച്ചു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തന്റെ മകനോട് ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട് പാത്രമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്നുപോയി. ഇന്ന് പകലിലും അറിയണം, നിന്റെ ഏത് പ്രശ്നത്തിനും പരിഹരിക്കുവാൻ സ്വർഗമുണ്ട്. എത്ര പേര് വിശ്വസിക്കാനാണ്? ദൈവസഭ എന്ന് പറയുന്നത് പൗലോസ് പറഞ്ഞു വെക്കുന്ന ഭാഗം നിങ്ങൾ കണ്ടോ? പിശാചിന ചില കുടുംബങ്ങളെ പിടിക്കപ്പെട്ടിട്ട് അവർ വിശ്വാസത്തിൽ നിന്ന് എന്ത് ചെയ്ത് കഴിഞ്ഞു? ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറുന്ന തലത്തിലുണ്ടെങ്കിൽ അവരെ അതിനെ പഠിപ്പിക്കണമെന്ന് പൗലോസ് പറയുന്നതിന്റെ കാരണം ദൈവസഭ അതിനകത്ത് ഇറങ്ങി വരണം. പൗലോസ് പറയുക, അതുകൊണ്ടാണ് ദൈവസഭയെ പറ്റി പറയുമ്പോൾ, അപ്പോസ്തലന്മാരെ കുറിച്ച് പറയുമ്പോൾ, കൃപാവരങ്ങളെ കുറിച്ച് പറയുമ്പോൾ നാം ഈ ദൈവസഭ പറയുകയാണ്. ചിലരെ പ്രവാചകന്മാരാക്കി, ചിലരെ രോഗശാന്തി വരപ്രാപ്തന്മാരായി, ഞങ്ങളെ ഭൂതങ്ങളുടെ മേൽ അധികാരമുള്ളവരാക്കി ദൈവം തമ്പുരാൻ ദൈവസഭയ്ക്കകത്ത് നിർത്തിയതിന്റെ കാരണം ചില ബന്ധനങ്ങളെ അഴിപ്പാൻ ദൈവം ചിലരെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനെ അറിയുന്ന ഉപദേശം മാത്രമല്ല വേണ്ടത്, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണം. യേശുവിന്റെ നാമത്തിന് ശക്തിയുണ്ട്. പൗലോസിന്റെ അരികിലേക്ക്, പത്രോസിന്റെ അരികിലേക്ക് രോഗികൾ ഓടിക്കൂടിയതിന്റെ കാരണം പ്രതിസന്ധിയെ കടത്തുവാൻ അവരെ കൊണ്ട് പറ്റുന്നത്. യേശു അതുകൊണ്ട് പറഞ്ഞു, ദൈവരാജ്യം നിങ്ങൾ പ്രസംഗിക്കണം. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? രോഗികളെ സൗഖ്യമാക്കണം, ഭൂതഗ്രസ്തരെ വിടുവിക്കണം, മരിച്ചവരെ ഉയർപ്പിക്കണം. ദാനമായി കിട്ടിയ ദാനമായി കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറയുകയാണ്? ദൈവരാജ്യം പ്രസംഗിക്കണം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ അറിയണം, ബന്ധനമുണ്ടെന്ന് പറയുന്നതല്ല ബ്രദറെ, കാരണം ബന്ധനം അഴിക്കുന്ന കൂട്ടം വെളിപ്പെടണം. യേശുവിന്റെ നാമത്തിൽ എത്ര പേർ വിശ്വസിക്കുന്നു? ഈ ആത്മാവ് നിങ്ങളുടെ മേലുണ്ടെങ്കിൽ ബന്ധനത്തെ അഴിക്കുവാനുള്ള അഭിഷേകം നിങ്ങളുടെ മേലുണ്ട്. ബന്ധനം അഴിക്കുന്നതിനെ ദൈവസഭ എന്ന് പറയാം, കെട്ടുകളെ അഴിക്കുന്നതിനെ ദൈവസഭ എന്ന് പറയാം, പ്രവചനം നടക്കുന്നതിനെ ദൈവസഭ എന്ന് പറയാം. എന്താ കാരണം എന്നറിയോ? അവന്റെ ആത്മാവ് സകലത്തിന്റെ മീതെ വ്യാപരിക്കുന്നവന്റെ ആത്മാവ്. അതുകൊണ്ടാ പൗലോസ് പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാവുന്നു. എത്ര പേർ വിശ്വാസത്തോടെ ഇന്ന് പകൽ ഏറ്റെടുക്കാൻ റെഡിയാകുന്നുണ്ട്? ഇന്ന് പകൽക്കാലം പറയണം, ബന്ധിക്കപ്പെടുക എന്നല്ല, ബന്ധനം അഴിയണം. ദൈവത്തിന്റെ പദ്ധതി നിങ്ങളുടെ അകത്ത് മനസ്സിലാകുന്നുണ്ടോ? പിശാച് പിടിക്കപ്പെട്ടാലും ആ പിശാചിന്റെ ബന്ധനത്തെ എന്ത് ചെയ്യണം? അഴിക്കണം. അതിനെന്ത് ചെയ്യണം? ഉപവാസത്താലും. ഇവിടെ കറങ്ങിപ്പോകുന്നേ. ഈ ബന്ധനം അഴിക്കുന്ന ശുശ്രൂഷ കിട്ടണമെങ്കിൽ ബൈബിൾ കോളേജിൽ പോയി പഠിച്ചാൽ മാത്രം പോരാ, അറിവ് കിട്ടിയാൽ മാത്രം പോരാ, മുട്ടൽ തഴമ്പ് വരണം. യാക്കോബിൻ്റെ മുട്ട് ഒട്ടകത്തിൻ്റെ മുട്ട് പോലായിരുന്നു. എത്ര പേര് വിശ്വസിക്കാൻ റെഡിയാകുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. പണ്ടൊരു ദൈവദാസൻ്റെ അരികിലേ അവിടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. ഒരു ദൈവദാസനെ കാണുവാൻ വേണ്ടി ഒരു മനുഷ്യൻ വീട്ടിൽ ചെന്നു. പുള്ളിക്കാരത്തി പറഞ്ഞു, അകത്തെ മുറിയിലുണ്ട്, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. ഈ പുള്ളിക്കാരൻ ഓടിച്ചെന്നു. അപ്പം പുള്ളിക്കാരൻ അന്യഭാഷയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ പുള്ളി ഓടിച്ചെന്ന് കുറച്ചു നേരം ഇരുന്നപ്പോൾ ഓർത്തു, ഈ ദൈവദാസൻ തിരിഞ്ഞു നോക്കാം. പുള്ളി തിരിയുന്നത് 1 മണിക്കൂറായി, 2 മണിക്കൂറായി. പുള്ളി പടഞ്ഞിരുന്ന് നോക്കി, ഇയാൾ മുട്ടേ തന്നെ നിൽക്കുക. പുള്ളി ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ 2 തിരിക പോലെ 2 സാധനം മുട്ടിൻ്റെ ചൂട്ടി. പുള്ളി ഓർത്ത് എന്തോ തിരിക പോലെ വെച്ചിട്ട് അതിൻ്റെ മണ്ടയല്ല ഇരിക്കുന്നത്. പുള്ളിക്ക് ഈ ചെന്നയാൾക്ക് കാല് കഴിച്ചപ്പം പുറത്തിറങ്ങി സെറ്റ് ചെയ്യാൻ വന്നിരുന്നു. 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഈ പ്രാർത്ഥന കഴിഞ്ഞ് ദൈവദാസൻ ഇറങ്ങി വന്നപ്പോൾ നോക്കുമ്പോൾ തിരിക പോലെ തഴമ്പ് ഇങ്ങനെ കൂടി നിൽക്കുക. മുഴങ്കാല് മടക്കി പ്രാർത്ഥിക്കുന്ന ഒരുവൻ. ഇന്ന് പകൽ ഞാൻ പറയാം, മുഴങ്കാല് മടക്കി പ്രാർത്ഥിക്കാൻ റെഡിയാണെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം നീ ഒരു മനുഷ്യൻ്റെ മുന്നേ മുട്ടുപടക്കേണ്ടി വരത്തില്ല. ഹല്ലേലൂയ, ഇന്ന് പകലോർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ ആർച്ചോണം, അവന് വേണ്ടി സ്വർഗം ഇറങ്ങി വരും. ഹല്ലേലൂയ, അവനെ കെട്ടുകൾ അഴിക്കാൻ, അവൻ ബന്ധനങ്ങളെ അഴിപ്പാൻ ഹല്ലേലൂയ ആത്മാവ് നിങ്ങളുടെ കൂടെ നിൽക്കുക. അത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ ആത്മാവിൻ്റെ ശക്തി ഇന്ന് പകൽക്കാലം പറയണം, ബന്ധനം അഴിക്കാൻ. എലീശ ആരുടെ ആത്മാവിനാൽ ഏലിയാവിൻ്റെ മേൽ പകരപ്പെട്ടതിനേക്കാൾ ഇരട്ടി പങ്കിൻ്റെ ശുശ്രൂഷയിൽ നിൽക്കുന്ന എലീശ അവളോട് ചോദിക്കും, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഹല്ലേലൂയ, ഇന്ന് പകൽ ഈ ആത്മാവിനകത്ത് തിരിച്ചറിയണം. ഹല്ലേലൂയ, ബന്ധനങ്ങൾ അഴിയപ്പെടണം. ഹല്ലേലൂയ. അപ്പോൾ ദൈവസഭയെ നിങ്ങൾ തിരിച്ചറിയുന്നു. ദൈവസഭയ്ക്കകത്ത് ഹല്ലേലൂയ നിറഞ്ഞ രോഗികളുടെ കൂട്ടം ഉണ്ടെന്നല്ല പറയുന്നത്. വിടുതൽ അനുഭവിക്കുന്നവരുടെ കൂട്ടം വേണം.
ഹല്ലേലൂയ. അതിനാണ് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. കടപ്പാരത്തിൽ ഇരിക്കുന്നവരല്ല, കടപ്പാരത്തിൽ നിന്ന് ദൈവം പുതുവഴികളെ തുറക്കുന്നവരാ. ഹല്ലേലൂയ. ഒരു ചെറിയ വരയുണ്ടെങ്കിൽ അതിന് മുകളിൽ വലിയ വര വരുമ്പോൾ ചെറിയ വര ചെറുതാവും. അതുപോലെ ദൈവത്താൽ ഒരു അനുഗ്രഹം വരുവാണെങ്കിൽ ഇന്ന് കാണുന്നതിൻ്റെ മുകളിൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതവാതിലുകളെ തുറന്നു വരും. ഹല്ലേലൂയ. ഇന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നിങ്ങൾക്ക് 1,00,000 രൂപ കടമുണ്ടെന്നിരിക്കട്ടെ, 5 ലക്ഷം സ്വർഗം തന്നാൽ 1 ലക്ഷം ഒന്നുമല്ല കേട്ടോ. ദൈവത്തിൻ്റെ പദ്ധതി അതാ. ദൈവം ചില വാതിലുകളെ തുറന്നു തരാൻ തുടങ്ങിയാൽ ഹല്ലേലൂയ, ഇന്ന് പകൽ വന്ന് ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരോ. എത്ര പേര് വിശ്വസിക്കാനാണ്? ദൈവസഭ എന്ന് പറയുമ്പോൾ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനകത്തറിഞ്ഞ് അവൾ കടന്നു പോകുമ്പോൾ അവിടെ പ്രതിസന്ധി എവിടെയാണ് നിൽക്കുന്നത്? അവൾ പറയുന്നു, എൻ്റെ മക്കളെ അവർ പിടിച്ചു വെച്ചിരിക്കുക, കടക്കടിയിൽ എൻ്റെ മക്കളെ വിളിച്ചിരിക്കുക. എലീശ പറഞ്ഞൊരു ഫോം വഴിയുണ്ട്, നീ ഒരു ഭരണിക്കകത്തിരിക്കുന്ന എണ്ണ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊള്ളുക എന്ന് പറ. നിമിഷനേരം കൊണ്ട് അവൾ അവിടെ മക്കൾ ഒഴിച്ചു കൊണ്ടിരിക്കും. അവൾ എന്ത് പ്രതിസന്ധിക്കകത്ത് നിന്നോ, അവിടെ വിശ്വാസം എവിടെ കെട്ടുപോയോ അതിനെ തേജസ്സുള്ള വിശ്വാസത്തിലേക്ക് ദൈവം കൊണ്ടുവന്നു. ആമി തേജസ്സുള്ള വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. എന്നാ അവിടെ കാര്യം വന്നത്? അവൾ പറയും, ജീവനുള്ളിടത്തോളം കാലം ഈ കർത്താവിനെ വിട്ട് മാറിപ്പോകത്തില്ല. അല്ലെ, പ്രതിസന്ധിക്ക് മുന്നിൽ അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ആമി പ്രതികൂലത്തിന്റെ മുന്നിൽ വഴികളെ തുറന്നു തരുന്ന ഒരു ദൈവമുണ്ട്. കണ്ണുനീരിന്റെ മുന്നിൽ അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ആമി മാർത്തയോട് മറിയോട് ചോദിച്ചാൽ പറയൂ, ആമി ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്ത ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എന്ന് വിശ്വസിക്കുന്ന മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യുന്ന പകലിൽ, ഇന്ന് പകലിൽ ആത്മാവിനകത്തറിയണം, ദൈവസഭ എന്ന് പറയുന്നത് വിടുതലിന്റെ സഭയായി മാറണം. അവൻ ദൈവസഭ എന്ന് പറയുന്നത് പ്രസംഗം മാത്രമല്ല, അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവസഭയായി മാറണം. വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. ആ സ്ത്രീയെ നിങ്ങൾ നോക്കണം. അവർ വിശ്വാസത്തിനകത്ത് നിന്നവൾ, അവിടെ ഭർത്താവ് വിശ്വാസത്തിന് നിന്ന ആ മനുഷ്യനില്ല. പക്ഷെ കടക്കടിയിലേക്ക് മാറ്റപ്പെട്ടു പോയപ്പോൾ എലീശ എന്ന പ്രവാചകൻ പറയുന്നു, ആമേ നീ എണ്ണ എടുക്കുക, നിൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരു ഭരണി എണ്ണയേ ഉള്ളൂ, അത് പകർന്നുകൊള്ളുക എന്ന് പറയുമ്പോൾ പാത്രം ആവശ്യം പോലെ കരുതിക്കൊള്ളാൻ പറയുന്നെങ്കിൽ ആമേ അവൾ പാത്രത്തിനകത്ത് എണ്ണ നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൾക്കൊരു കാര്യം അറിയാം, ഞാൻ ആരാധിക്കുന്ന ദൈവം എൻ്റെ കൂടെ വസിക്കുന്ന ഒരു ദൈവമാ. ഹല്ലേലൂയ. എന്നെ വിട്ടുകൊടുക്കുക, എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നത്. ഹല്ലേലൂയ. എന്നെ വിട്ടുകൊടുക്കാതെ തകർച്ചയ്ക്കകത്തൂന്ന് ആമി കടക്കണിക്കകത്താകാൻ, തകർച്ചയ്ക്കാകാം അതിനപ്പുറം വിടുവിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കാൻ റെഡിയാകുന്നുണ്ട്? ഇന്ന് പകൽ ദാവീദ് പറഞ്ഞ പോലെ ഈ പ്രതികൂലത്തെ, ഈ മതിൽ ഞാൻ ചാടി കടക്കുക തന്നെ ചെയ്യും. ആമി വിശ്വസിക്കുന്ന മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. ഇന്ന് അനുഭവിക്കുന്ന പ്രതികൂലത്തെ മുഴുവൻ ഞാൻ ചാടി കടക്കുമെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. അത്ഭുതത്തിന്റെ വാതിലുകളെ തുറക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ആത്മാവിൽ ബലപ്പെടുന്നോ? ആത്മാവിൽ ശക്തീകരിക്കുന്നോ? ആത്മാവിൽ ബലപ്പെടുവാണെങ്കിൽ ഇന്ന് ഞാൻ വിളിച്ചു പറയാം, ആമേ അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു യേശുവുണ്ട്. അത്ഭുതങ്ങളെ ചെയ്യുന്നവയെ ഹല്ലേലൂയ. രക്ഷിപ്പാതിരിപ്പാൻ അവൻ്റെ കരം കുറിയിപ്പോയിട്ടില്ല, കേൾപ്പാതിരിപ്പാൻ അവൻ്റെ ചെവി മന്ദമായിരുന്നിട്ടുമില്ല. ഇന്ന് വിശ്വസിക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയാം, അത്ഭുതത്തിന്റെ വാതിലുകളെ തുറക്കുന്ന ഒരു നല്ല കർത്താവ് എനിക്കുണ്ട്. വിശ്വസിക്കാൻ റെഡിയായിക്കോ? അത്ഭുതങ്ങളെ ചാമയൻ ഇന്ന് പകലിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിനകത്ത് വിളിച്ചു പറയാം. നിങ്ങളുടെ കടക്കണിയിലായിരിക്കാം, പ്രതികൂലത്തിലായിരിക്കാം, രോഗത്തിലായിരിക്കാം, എന്തു തന്നെ ആയിരിക്കാം. പക്ഷെ അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറയണം, എൻ്റെ കർത്താവിന് അസാധ്യമായ ഒരു കാര്യവുമില്ല, എൻ്റെ ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവുമില്ല. ഇന്ന് അനുഭവിക്കുന്ന സകലത്തിൽ നിന്ന് വിടുവിക്കുവാൻ എനിക്കൊരു നല്ല കർത്താവ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. സകല വാതിലുകളെ തുറന്ന് അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ദൈവം ഒരു വാതിൽ നിനക്ക് വേണ്ടി തുറക്കാൻ പദ്ധതിയിട്ടാൽ അവൻ ഇന്ന് പകലറിഞ്ഞു, അത് തനിയെ വന്ന് ചേരുക തന്നെ ചെയ്യും. ഒരു മഴ പെയ്യാൻ കാർമേഘത്തിനകത്തൊരു മഴ, കാർമേഘത്തിനകത്ത് മഴവെള്ളം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെയ്യുന്ന പോലെ തന്നെ നീ പ്രാർത്ഥന സ്വർഗം കേട്ടിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് വേണ്ടി പെയ്തിറങ്ങുക തന്നെ ചെയ്യും. ഇന്ന് പകലെ ആത്മാവിനകത്ത് അതുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചു വിളിച്ചു വരണം, എന്റെ സമയം വെളിപ്പെട്ട് നിൽക്കുകയോ, ദൈവത്താൽ ഞാൻ ഒരു അനുഗ്രഹമായി മാറും. ഞാൻ വായ്പ കൊടുക്കുന്നവനല്ല, ഞാൻ വായ്പ വാങ്ങുന്നവനല്ല, ഞാൻ വായ്പ കൊടുക്കുന്നവനായി മാറും. ഞാൻ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടാം എന്ന് പകൽക്കാലം വിളിച്ചു വരണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരു അനുഗ്രഹമായി മാറും. ഞാനും എൻ്റെ കുടുംബവും യോശുവ പറഞ്ഞ പോലെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുന്നവരാവും. ഹല്ലേലൂയ. ആമേ. വഴി അടയുമെന്നല്ല പറയുന്നത്, വഴി തുറക്കുമെന്നാണ് പറയുന്നത്. വഴി അടയുമെന്നല്ല, നിരാശ വന്ന് കയറത്തില്ലെന്ന് ഞാൻ പറയത്തില്ല. നിരാശയ്ക്കപ്പുറം വാതിൽ തുറക്കുന്നൊരു ദൈവമുണ്ട്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകലിലും ദൈവസന്നിധി നിൽക്കുമ്പോൾ നമ്മൾ അറിയണം,
ഈ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഈ കർത്താവ് അനുഗ്രഹിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. ഈ കർത്താവ് വഴികളെ തുറക്കുന്നൊരു കർത്താവ്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവരെ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകലിലുമൊക്കെ ദൈവമക്കളെ നിരാശയിലേക്ക് പോകുന്നത് പിശാചിൻ്റെ പദ്ധതിയാണ്. അതിനപ്പുറം കരുതലുമായി വരുന്നതൊരു യേശുവുണ്ട്. ഹല്ലേലൂയ. ചില പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ഭയപ്പെടും. പക്ഷെ പ്രതിസന്ധിക്ക് അപ്പുറേ കർത്താവിൻ്റെ കരുതൽ വെളിപ്പെടും. എത്ര പേര് ആമയും പറഞ്ഞ് ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. എല്ലാ കണ്ണുകളും അടയട്ടെ. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചേ. കർത്താവിൻ്റെ വലിയൊരു കരുതൽ ഈ പകൽ വെളിപ്പെടട്ടെ. നിങ്ങൾ ഭാരത്തോടെ പ്രയാസത്തോടെ ആകാം. പക്ഷേ ഇന്ന് ഞാൻ പറയുന്നു, ഏത് പ്രയാസത്തോടെ നിന്നാലും, ഏത് പ്രതികൂലത്തിൽ കടഭാരത്തിൽ നിന്നാലും, ഏത് പ്രതിസന്ധി നിന്നാലും ദൈവസഭ പ്രാർത്ഥിക്കുവാൻ ഒരുങ്ങി നിൽക്കും. ഹല്ലേലൂയ. ദൈവസഭ കൂട്ടായി നിന്ന് പ്രാർത്ഥിക്കുവാൻ റെഡിയാകും. അതുകൊണ്ട് എല്ലാ ശനിയാഴ്ച ഇവിടെ മുട്ടങ്കാലം വന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ആരും കാണണമെന്നില്ല. പക്ഷേ വിഷയങ്ങളുടെ മുകളിൽ ദൈവസന്നിധിയിൽ ഉടമ്പടി വെച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ കാര്യം ഓരോ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുന്ന കാണുന്നുണ്ട്. ഹല്ലേലൂയ. പുതുവഴികൾ ദൈവം തമ്പുരാൻ തുറക്കുന്ന അത്ഭുതങ്ങൾ നടന്നുകൊണ്ടായിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകലും വിശ്വസിക്കാൻ റെഡിയാകണം. ഈ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കാൻ എനിക്ക് പറ്റും. അല്ലെ, ദൈവത്താൽ ഞങ്ങളൊരു അനുഗ്രഹമാണ്. ഞങ്ങളുടെ ഭാവിയെ ഞങ്ങളെ കരുതുന്ന ഒരു നല്ല കർത്താവുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എല്ലാ മഹത്വവും ഞാൻ കർത്താവിന് നൽകുന്നത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.